ഗുഡ് ഈവനിങ് എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. വളരെ സന്തോഷത്തോടെയായിരുന്നു ഞാൻ ഈ ഇടനാഴിയിലേക്ക് കയറി വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അതിരപ്പള്ളിയിൽ ഒരു കൊലപാതകത്തിൻ്റെ വാർത്ത വരുന്നു. നമ്മൾ ഫ്ലോറിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു അശുഭലക്ഷണം പോലെ കൊലപാതകത്തിൻ്റെയൊക്കെ വാർത്ത വരുന്നു എന്ന് മാത്രമല്ല, ചേട്ടനും അനിയനും തമ്മിലുള്ള പ്രശ്നത്തിലാണ് ഒരാൾ വെട്ടിക്കൊല ചെയ്യപ്പെട്ടത്. ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയില്ല. ആരെ വേണമെങ്കിലും കൊല്ലാം. അച്ഛനെ മകനെ കൊല്ലും, മകൻ അച്ഛനെ കൊല്ലും. എങ്ങോട്ടാണ് കേരളത്തിൻ്റെ പോക്കെന്ന് ചോദിച്ച് നമ്മൾ വിഷണരായിട്ട് കാര്യമില്ല. ഇത് ആസുരകാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പ്രൈം ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം ഞാൻ ഈ പ്രൈം ടൈം തുടങ്ങുന്നതിന് മുമ്പ് വാർത്തകൾ സംഭവിക്കുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം ചേരുന്ന പരിപാടിയിലേക്ക് സ്പോട്ട് ലൈവ്. മുംബൈയിൽ യാത്രാ ബോട്ട് മുങ്ങി 13 പേർ മരിച്ചു. നാവികസേനയുടെ ബോട്ടും യാത്രാ ബോട്ടും കൂട്ടിയിടിക്കുകയായിരുന്നു. മരിച്ചവരിൽ ഒരു നാവികസേന ഉദ്യോഗസ്ഥരുമുണ്ട്. നടക്കുന്ന അപകടത്തിന്റെ ദൃശ്യങ്ങൾ 24 കിട്ടി. മുംബൈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം ചേരുകയാണ്. ശ്രീനാഥ് ചന്ദ്രൻ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. അവിടെ നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ? വളരെ 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 ഷോക്കിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണല്ലോ വന്നിരിക്കുന്നത്. തീർച്ചയായും SKN, അല്പസമയം മുമ്പാണ് നേവിയുടെ ഒരു വാർത്താക്കുറിപ്പ് വന്നത്. ആ ഒരു വാർത്താക്കുറിപ്പിലാണ് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാവുന്നത്. 13 പേരുടെ ജീവനാണ് ഈ ദുരന്തത്തിൽ ഇപ്പോൾ നഷ്ടമായിട്ടുള്ളത്. അതിൽ ഒരാൾ നാവികസേന ഉദ്യോഗസ്ഥൻ കൂടിയാണ്. SKN, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ നിന്ന് ഗേറ്റ് വേ ഓഫ് ഇന്ത്യക്ക് മുന്നിൽ നിന്ന് ഇങ്ങനെ ബോട്ടുകളിൽ എലിഫൻ്റ് കേവ് അടക്കമുള്ള ഭാഗങ്ങളിലേക്കൊക്കെ ആളുകളെ ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ്. ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യക്ക് മുന്നിൽ നിന്നാണ് അതിനുള്ള ബോട്ട് അടുപ്പിക്കാനൊക്കെ ഉള്ള സൗകര്യമുള്ളത്. അങ്ങനെ ഇവിടെ നിന്ന് യാത്ര പോയ ആളുകളാണ് ഇങ്ങനൊരു വലിയ ദുരന്തത്തിലേക്ക് വീണു പോകുന്നത്. ഏതാണ്ട് 100-ലേറെ ആളുകൾ ഈ ബോട്ടിൽ അപകട സമയത്ത് ഉണ്ടായിരുന്നു. നേവിയുടെ ഒരു സ്പീഡ് ബോട്ട്, അതിൻ്റെ ഒരു എഞ്ചിൻ ട്രയൽ നടക്കുകയായിരുന്നു. ആ സമയം ആ ബോട്ടിൽ നേവിയുടെ 2 ഉദ്യോഗസ്ഥർ സ്പീഡ് ബോട്ടിൽ ഉണ്ടായിരുന്നു. പിന്നീട് 3 പേർ ഈ എഞ്ചിൻ കമ്പനിയുമായി ബന്ധപ്പെട്ട ആളുകളുമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 2 പേർ, ഈ മരണപ്പെട്ടവർ 2 പേർ ഈ കമ്പനിയിൽ നിന്നുള്ള 2 പേരാണ് എന്നതാണ് നമുക്ക് നേവിയുടെ വാർത്താക്കുറിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ശേഷിച്ച ആളുകൾ ഈ ബോട്ടിൽ യാത്ര ചെയ്ത യാത്രക്കാരാണ്. ഈ അപകടത്തിൽപ്പെട്ടവരുടെ എണ്ണം സംബന്ധിച്ച് നേവിയുടെ വാർത്താക്കുറിപ്പിൽ ഒരു കൃത്യമായ എണ്ണം പറയുന്നില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം, മുതിർന്ന ആളുകൾ, ടിക്കറ്റ് എടുത്ത ആളുകളുടെയൊക്കെ തന്നെ എണ്ണം ലഭ്യമാണ്. എന്നാൽ കുട്ടികൾ പലരും ഉണ്ടാവും. അവരുടെ ഒന്നും തന്നെ ടിക്കറ്റ് ഉണ്ടാവാൻ സാധ്യതയുമില്ല. അങ്ങനെ ആ ഒരു എണ്ണത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഒരു അവ്യക്തതയുണ്ട്. നേവിയുടെ വാർത്താക്കുറിപ്പ് പ്രകാരം ഇപ്പോഴും രക്ഷാദൗത്യം തുടരുകയാണ്. ഞാനിപ്പോൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യക്ക് മുന്നിലാണ്. ഇവിടെ കുറച്ച് അകലെയാണ് ഇവിടെയുള്ള പോലീസ് സ്റ്റേഷൻ ഉള്ളത്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഈ ബോട്ട് ഉടമയെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വരിക കൂടിയാണ്. ഏതായാലും അപകടത്തിൽ നേരിട്ട് ഈ ബോട്ട് ഉടമയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ആ തരത്തിലൊരു വീഴ്ച ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ സുരക്ഷാ സംവിധാനങ്ങൾ യാത്രക്കാർക്ക് ഒരുക്കി നൽകേണ്ട ഒരു ബാധ്യത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ബോട്ടിൽ ആളുകൾ കയറുമ്പോൾ അവർക്ക് ലൈഫ് ജാക്കറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ നൽകണമായിരുന്നു. സാധാരണ നമ്മൾ തന്നെ പലപ്പോഴും എലിഫൻ്റ് കേവിലേക്കും മറ്റും ഗേറ്റ് വേ ഓഫ് ഇന്ത്യക്ക് മുന്നിൽ നിന്ന് യാത്ര ചെയ്തിട്ടുണ്ട്. നമ്മളൊരു റൈഡിംഗ് റിപ്പോർട്ടറുടെ ഭാഗമായി പോലും നമ്മൾ അങ്ങനെ ബോട്ട് യാത്ര ചെയ്തതാണ്. പക്ഷേ അപ്പോൾ പോലും നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് കാര്യമായ ഒരു ഗൗരവം എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. നമുക്ക് പോലും അങ്ങോട്ട് ചോദിച്ചിട്ട് പോലും ലൈഫ് ജാക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം പൊതുവെ ഇവിടെയുണ്ട്. അത്തരം സാഹചര്യങ്ങൾ ഏത് തരത്തിലുള്ള അപകടത്തിലേക്കാണ് നയിക്കുക എന്നത് കണ്ണു തുറപ്പിക്കുന്ന ഒരു സംഭവമായി ഇത് മാറുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വലിയൊരു ദുരന്തം നടന്നിട്ടുണ്ട്. ഇപ്പോൾ 4 പേരെ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുണ്ട്. പലരും ആശുപത്രി വിട്ടിട്ടുണ്ട്. എന്നാലും ഇതിൽ 4 പേരുടെ നില അതീവ ഗുരുതരമാണ്. അവർ മുംബൈയിലെ ഇവിടെ അടുത്ത് തന്നെയുള്ള സെൻറ്റ് ജോർജ് ആശുപത്രിയിലേക്കാണ് അവരെ മാറ്റുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും നേവി ബോട്ടിൻ്റെ ഭാഗത്തു നിന്നാണ് ഒരു അപകടം ഇങ്ങനെ നേരിൽ വന്ന് കയറിയത്. അതുകൊണ്ട് ഇനി ഇതിൽ ഏത് തരത്തിലുള്ള അന്വേഷണം ഉണ്ടാകും എന്നതടക്കമുള്ള കാര്യങ്ങൾ, എന്ത് നടപടി ഉണ്ടാകും എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു അറിയിപ്പ് ഇനി വരേണ്ടതുണ്ട്. ഏതായാലും വാർത്താക്കുറിപ്പിൽ അത്തരം കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല. അപകടമുണ്ടായ സാഹചര്യം മാത്രമേ പറയുന്നുള്ളൂ. ഒരു ട്രയൽ നേവിയുടെ സ്പീഡ് ബോട്ട് നടത്തുന്നതിനിടെയാണ്, എഞ്ചിൻ ട്രയൽ നടത്തുന്നതിനിടെയാണ് വന്ന് കയറി വളരെ അതിവേഗത്തിൽ വന്ന് ഈ യാത്രാ ബോട്ടിലേക്ക് ഇടിച്ചു കയറുന്നത്. ബോട്ട് ഏതായാലും പൂർണ്ണമായി തന്നെ, 2 ബോട്ടുകൾ പൂർണ്ണമായി തന്നെ മുങ്ങിയിട്ടുണ്ട്. അത് വീണ്ടെടുക്കാൻ കഴിയുമെന്നതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയേണ്ടി വരും. ഏതായാലും രക്ഷാദൗത്യം ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന് തന്നെയാണ്. കാരണം ആളുകളുടെ എണ്ണം സംബന്ധിച്ച് ഒരു അവ്യക്തത ഇപ്പോൾ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. SKN.
ഓക്കെ, ശ്രീനാഥ് തന്നെയാണ് മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ബോട്ടാപകടത്തിൽ 13 പേർ മരിച്ചു എന്നാണ് ഏറ്റവും അവസാനം റിപ്പോർട്ട് കിട്ടുന്നത്. മരണസംഖ്യയെക്കുറിച്ച് ഇനി കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അഞ്ജന പറയുന്നു, എന്നും വാർത്ത കാണാൻ ടി വിക്ക് മുന്നിൽ ഇരിക്കുന്ന സമയത്ത് അപകടകരമായ ഒന്നും കേൾക്കല്ലേ എന്ന് വിചാരിച്ചിരിക്കും. പ്രൈം ടൈം കാണാൻ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ കൊലപാതകത്തിൻ്റെ വാർത്ത വരുന്നതായി SKN പറയുന്നത്. അഞ്ജന, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത ഒന്നും നമ്മുടെ നാട്ടിലില്ല എന്നുള്ളതാണിപ്പോൾ. ഈ അതിരപ്പള്ളിയിലാണ് ഈ സംഭവം നടന്നത്. മദ്യപിച്ചുണ്ടായ തർക്കത്തെ തുടർന്ന് ജ്യേഷ്ഠൻ അനുജിനെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. ആനപ്പന്തം സ്വദേശി സത്യനാണ് മരിച്ചത്. സ്വന്തം അനിയൻ. ആക്രമണത്തിൽ സത്യൻ്റെ ഭാര്യ ലീലയ്ക്കും വെട്ടേറ്റു എന്ന് പറയുന്നു. സത്യൻ്റെ ജ്യേഷ്ഠൻ ചന്ദ്രമണിയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു. ചന്ദ്രമണി വെള്ളം അടിച്ചിട്ട് വന്ന് അവർ നാട്ടിൽ പോയതാ. ഞങ്ങൾ അപ്പോൾ ഈ മഞ്ഞക്കൂവ അവിടെ വെട്ടിക്കൊണ്ടിരിക്കുക, കാട്ടിൽ നിന്ന് കൊടുത്തിട്ട് വന്ന് മഞ്ഞക്കൂവ അവിടെ വെട്ടിക്കൊണ്ടിരിക്കുക. ചന്ദ്രമണി സത്യനും സാധനങ്ങൾ മേടിക്കാൻ പോയതാ. സ്വന്തം അനുജനെ ചന്ദ്രമണി, സ്വന്തം അനുജനത് ഒരു എത്തത്ത് പിറന്നതാ. അവൻ അന്നിന് വെള്ളം അടിച്ചിട്ട് വന്ന ആൾക്ക് പറ്റില്ല, സത്യന് പറ്റില്ല. ഇവൻ നാല തയ്റ്റ് ഒരു ലിറ്റർ സാധനം കൊടുന്നിട്ട് ആൾക്ക് ആർക്കും കൊടുക്കണില്ല. അവൻ ഒറ്റക്ക് അടിച്ച് എൻ്റെ കഴുത്തൊക്കെ മുറിച്ചു, എൻ്റെ വർത്താനമൊക്കെ വെട്ടി. അവൻ അവിടെ എന്തൊക്കെ ആവണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അവ ഇവിടെ ഒക്കെ വെട്ടി ചെത്താൻ കുളിച്ച് കിടക്കണ്ട ചേട്ടാ. എനിക്കെന്താവാണെന്ന് അറിയില്ല എൻ്റെ ചേട്ടാ. ഇതിലെ വെട്ടി നീന്ന് കണ്ടപ്പോൾ നോക്കും എൻ്റെ ചേട്ടായി. എൻ്റെ കഴുത്തുമ്മ വെട്ടിയപ്പോൾ ഞാൻ താഴെ വീണു. എനിക്ക് വെട്ട് കിട്ടിയില്ല, ഇത്തിരി കുറവുള്ളൂ. എൻ്റെ ചേട്ടനെ വെട്ട് കിട്ടിയേ. അതിരപ്പള്ളിയിലെ സംഭവ സ്ഥലത്ത് നിന്ന് സൂരജ് സജി തത്സമയം ചേരുന്നു. സൂരജ് സജി, യഥാർത്ഥത്തിൽ മദ്യപിച്ചുള്ള തർക്കം മാത്രമാണോ ഈ കൊലപാതകത്തിൽ കലാശിച്ചത്? മറ്റെന്തെങ്കിലും കാരണങ്ങളുള്ളതായി നമുക്ക് കാണാൻ കഴിഞ്ഞോ? SKN, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കണ്ണൻകുഴിക്ക് സമീപത്ത് നിന്ന് കുറച്ച് 1 കിലോമീറ്റർ അകലെയാണ് ഈ വടാപ്പാറ എന്ന് പറയുന്ന ഉൾവനമുള്ളത്. അവിടെ വച്ചാണ് ഈ കൊലപാതകം നടന്നതെന്നുള്ളതാണ്. അവിടെ കൂവ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് ഈ 2 കുടുംബങ്ങളും അവിടെ എത്തിയത്. ഈ പാറപ്പുറത്ത് ഇവർ തമ്പടിച്ചുകൊണ്ട് കൂവ ശേഖരിച്ച് ഉണക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇന്ന് 6:30ക്കും 7 മണിക്കും മദ്യപിച്ച ഇരു കുടുംബങ്ങളും തമ്മിൽ, അതായത് സത്യനും അതുപോലെ തന്നെ ചന്ദ്രമണിയും തമ്മിൽ തർക്കമുണ്ടാകുന്നത്. ഈ സത്യൻ്റെ ചേട്ടനാണ് ഈ ചന്ദ്രമണി എന്ന് പറയുന്നത്. അങ്ങനെ ഈ മദ്യപിച്ച് തർക്കമുണ്ടാകുന്നു. കയ്യിൽ കരുതിയ അരിവാൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ചന്ദ്രമണി ഈ സത്യനെ തുരുതുര വെട്ടുന്നത്. ഇത് കണ്ടാണ് ഈ സത്യൻ്റെ ഭാര്യയായിട്ടുള്ള ലീല ഇത് തടയാൻ ശ്രമിക്കുന്നത്. ലീലയും അതോടൊപ്പം തന്നെ ചന്ദ്രമണിയുടെ ഭാര്യയും ഇത് തടയാൻ ശ്രമിച്ചു. ഇരുവർക്കും വെട്ടേൽക്കുകയും ചെയ്തു. പിന്നീട് ഈ ചന്ദ്രമണി തന്നെയാണ് ഈ കൊലപാതകത്തിന് ശേഷം ഈ കവലയിൽ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കവലയിലെത്തി നാട്ടുകാരോട് ഈ കാര്യങ്ങൾ വിശദീകരിച്ചു. പക്ഷേ ഈ മദ്യപിച്ച് ചന്ദ്രമണി ഇങ്ങനെ പല കാര്യങ്ങളും പറയാറുള്ളത് കൊണ്ട് തന്നെ നാട്ടുകാർ ആരും തന്നെ ഇത് വിശ്വസിക്കാൻ തയ്യാറായില്ല. തൊട്ടു പിന്നാലെ ചന്ദ്രമണിയുടെ ഭാര്യ ഇവിടെ എത്തി ചന്ദ്രമണിയെ നിർബന്ധപൂർവ്വം ഞാനിപ്പോൾ നിൽക്കുന്ന മേഖലയിൽ നിന്ന് ഒരു 100 മീറ്റർ അകലേക്ക്, അതിരപ്പള്ളി മേഖലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. തൊട്ടു പിന്നാലെ ഈ കൊല്ലപ്പെട്ട സത്യൻ്റെ ഭാര്യ ലീല ഇവിടെ എത്തി ഈ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴാണ് ഈ നാട്ടുകാർ തന്നെ ഈ വിവരം അറിയുന്നത്. ആ സമയത്ത് നമ്മളും ഇവിടെയുണ്ട്. നമ്മുടെ അതിരപ്പള്ളി ലേഖകനായിട്ടുള്ള റൂബിനും നമ്മളും ഇവിടെ എത്തുന്നു. ആ സമയത്ത് എടുത്ത പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത്. പിന്നീട് അതിരപ്പള്ളി പോലീസിന് നമ്മൾ തന്നെയാണ് വിവരം കൈമാറുന്നത്. അങ്ങനെ അതിരപ്പള്ളി പോലീസ് എത്തി നമ്മുടെ പ്രതിനിധിയായിട്ടുള്ള റൂബിനടക്കം ഈ വനമേഖലയിൽ കടന്ന് അവിടെ എത്തി പോലീസ് എത്തി നടത്തുന്ന പരിശോധനയിലാണ് ഈ കൊലപാതകം സ്ഥിരീകരിക്കപ്പെടുന്നത്. മൃതദേഹം ഇപ്പോഴും പുറത്തെത്തിക്കാൻ സാധിച്ചിട്ടില്ല. ചാലക്കുടി DYSP അവിടെ എത്തി നിലവിൽ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാത്രമായിരിക്കും ഈ മൃതദേഹം ഈ വനത്തിന് പുറത്തേക്ക് എത്തിക്കാൻ കഴിയുക. ഇതിനിടയിൽ ചന്ദ്രമണി ഞാനിപ്പോൾ നിൽക്കുന്ന മേഖലയിൽ നിന്ന് അതിരപ്പള്ളിക്ക് സമീപമുള്ള ചെക്ക് പോസ്റ്റിലെത്തി അവിടെ വെച്ച് വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ഈ ചന്ദ്രമണിയെ തടഞ്ഞു വെക്കുകയും പിന്നീട് ഈ പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. പരിക്കേറ്റ ലീലയെയും അതുപോലെ തന്നെ ചന്ദ്രമണിയുടെ ഭാര്യയെയും നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. രണ്ടുപേരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ചന്ദ്രമണിയുടെ ഈ കൊല്ലപ്പെട്ട സത്യന്റെ വയറിലടക്കം ഗുരുതരമായി ആഴത്തിലുള്ള മുറിവേറ്റിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത്. അരിവാൾ വെച്ച് വെട്ടിയത് കൊണ്ട് തന്നെ ആഴത്തിലുള്ള മുറിവാണ്. അങ്ങനെ ചോര വാർന്നാണ് ഈ സത്യൻ മരിച്ചത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ചാലക്കുടി DYSPയുടെ നേതൃത്വത്തിലുള്ള വലിയ സംഘം നിലവിൽ ഈ വനത്തിനുള്ളിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. SKN. ഓക്കെ, സുരേഷ് സജി, എന്തായാലും ഇങ്ങനെ പോലീസ് കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. മറ്റെന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ വീണ്ടും താങ്കൾ പ്രൈം ടൈമിൽ ചേരുക. എന്താ പറയുക, ചേട്ടൻ മദ്യവെച്ച് ഉന്മത്തനായി അനിയനെ വെട്ടിക്കൊന്നു. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത്, ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയില്ല. സ്വന്തം ചോരയിൽ ജനിച്ച ഒരാളാണെങ്കിൽ പോലും ആയുധം ഉപയോഗിക്കാൻ കഴിയുക, കൊല്ലക്കത്തി കയറ്റുക, ഇതൊക്കെ നമ്മുടെ ആൾക്കാരുടെ സ്വഭാവമായി മാറുന്നു. മദ്യത്തിന് ഇത്രയൊക്കെ കരുത്തും ലഹരിയും ഉണ്ടോ എന്നാണ് ചിലപ്പോഴൊക്കെ ഞാൻ സംശയിച്ചു പോകുന്നത്.
മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. സംസ്ഥാനത്ത് വകുപ്പുകളുടെ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ച സർക്കാർ. എല്ലാ വകുപ്പുകളുടെയും ബജറ്റ് വിഹിതം 50% നിജപ്പെടുത്തി. ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താനാണ് ബജറ്റ് വിഹിതം ഇപ്പോൾ പകുതിയായി കുറച്ചിരിക്കുന്നത്. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, ശരിക്കും ബജറ്റ് പകുതിയാക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ പണം തികയാതെ പോകുന്ന അവസ്ഥ ഉണ്ടാകില്ലേ? SKN തീർച്ചയായും വകുപ്പുകളുടെ വികസന പ്രവർത്തനങ്ങളുടെയും മറ്റ് അവരുടെ മുൻകൂട്ടി നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികളെയും ഒക്കെ സാരമായി ബാധിക്കുന്നതാണ് സർക്കാരിൻ്റെ തീരുമാനം. എന്നാൽ ഈ ക്ഷേമ പെൻഷൻ അടക്കം കുടിശ്ശികയായിരുന്ന പശ്ചാത്തലത്തിൽ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും കൊടുത്തു തീർക്കാനായി ഈ ബജറ്റ് വിഹിതത്തിൽ ഒരു വെട്ടിക്കുറവ് വരുത്തണമെന്ന കാര്യം നേരത്തെ തന്നെ സർക്കാർ ആലോചിച്ചിരുന്നു. ഇക്കാര്യത്തിൽ ഒരു മന്ത്രിസഭാ ഉപസമിതി വെച്ച് വകുപ്പുകളുടെ പദ്ധതികളുടെ മുൻഗണനാക്രമം പുതുക്കി നിശ്ചയിക്കണം എന്നാവശ്യപ്പെട്ടു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വകുപ്പുകളുടെ ബജറ്റ് വിഹിതം നേരെ പകുതിയായി കുറച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വിഹിതം ലഭിച്ചത് കൃഷി വകുപ്പിനാണ്. സാധാരണ ഈ ആസൂത്രണ കാര്യമായി മറ്റും നോക്കുമ്പോൾ പ്രാഥമിക മേഖലയായി കണക്കാക്കപ്പെടുന്നത് കാർഷിക മേഖലയാണ്. അങ്ങനെയാണ് 52% തുക കാർഷിക മേഖലയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ മേഖലകൾക്കും പരമാവധി 50% തുക മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ഈ തുക ക്ഷേമ പെൻഷൻ കുടിശ്ശിക അടക്കം കൊടുത്തു തീർക്കാനായി ഉപയോഗിക്കുമെന്നാണ് ധനവകുപ്പും മറ്റും നൽകുന്ന വിശദീകരണം. എന്നാൽ നേരത്തെ SKN സൂചിപ്പിച്ച പോലെ വകുപ്പുകളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കും, വികസന പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കും, സർവകലാശാലകളുടെ അടക്കമുള്ള പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുന്ന തീരുമാനമാണ് ഇതിലൂടെ സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു ആർ ശ്രീജിത്ത്. റീന സതീശൻ പറയുന്നു, ബന്ധുവാര് ശത്രുവാര് എന്ന ചോദ്യം അനർത്ഥമാക്കുന്ന കാലത്തിലൂടെ കടന്നുപോയാണ് SKN എന്ന് പറയുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ശ്രീകുമാരൻ നമ്പി എഴുതിയ പാട്ടാണത്. ആ പാട്ട് അതിന് എത്രയോ ഇരട്ടി ശക്തിയിൽ നമുക്കിപ്പോൾ ഫീൽ ചെയ്തു തുടങ്ങി. തൃശ്ശൂരിലെ ഡിജിറ്റൽ ഹവാല ഇടപാടിൽ തീവ്രവാദ ബന്ധം അന്വേഷിക്കാൻ പോലീസ് തയ്യാറാകുന്നു. അറസ്റ്റിലായ ഏജന്റ് 3-ാം പ്രതിയുമായ അബ്ദുൽ മാലിക് NIA ഹൈദരാബാദ് യൂണിറ്റ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയാണ്. കള്ളനോട്ട് പിടികൂടിയതുമായി ബന്ധപ്പെട്ട് UAPA വകുപ്പ് പ്രകാരമാണ് ഇയാൾക്കെതിരെ ഇപ്പോൾ NIA കേസെടുത്തിരിക്കുന്നത്. റിപ്പോർട്ടിന്റെ പകർപ്പ് 24 ലഭിച്ചു. 24 എക്സ്ക്ലൂസീവുമായി ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് തത്സമയം പ്രൈം ടൈമിൽ ചേരുകയാണ്. ശ്രീകാന്ത്, കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് ഈ വാർത്തയുടെ? SKN ഇതുവരെ കേട്ടതിനും ഇതുവരെ കണ്ടതിനും അപ്പുറം ഈ വാർത്തയ്ക്ക് ഒരു ഗ്രാവിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഈ പുതിയ വരുന്ന വിവരങ്ങളിലൂടെ മനസ്സിലാകുന്നത്. അതായത് ഇതത്ര നിസ്സാരമായ ഒരു ഡിജിറ്റൽ തട്ടിപ്പിനപ്പുറത്തേക്ക് ഹവാല ഇടപാടും ഇതിൽ ദേശവിരുദ്ധ ബന്ധവും ഉണ്ടോ എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ആഴത്തിൽ പരിശോധിക്കുന്നത്. അതിനവരെ സംശയത്തിന്റെ മുനയിൽ നിർത്തുന്ന ചില കാരണങ്ങളും കൂടി കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഈ തൃശൂർ ഡിജിറ്റൽ ഹവാല ഇടപാടിൽ അറസ്റ്റിലായ ഏജന്റ് NIA കേസിലെ പ്രതിയാണ് എന്നുള്ളതാണ്. 3-ാം പ്രതി അബ്ദുൽ മാലിക് NIA ഹൈദരാബാദ് യൂണിറ്റ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയാണെന്നാണ് നിലവിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കള്ളനോട്ട് പിടികൂടിയതുമായി ബന്ധപ്പെട്ട് UAPA വകുപ്പ് പ്രകാരമാണ് NIA ഇയാൾക്കെതിരെ കേസെടുത്തത്. RC 02/12/ NIA HYD എന്ന അവരുടെ RC നമ്പറിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തതും അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നും പോലീസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഒപ്പം തന്നെ തൃശ്ശൂരിൽ ഡിജിറ്റൽ ഹവാല ഇടപാടിലൂടെ എത്തിച്ച പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പറയുകയാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിലൂടെ. ഇടപാടിലെ തീവ്രവാദ ബന്ധം അന്വേഷിക്കാൻ സമയം വേണം, അവസരം വേണമെന്നും പോലീസ് വ്യക്തമാക്കുന്നു. SKN കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലാണ് പോലീസ് ഇതെല്ലാം വെളിപ്പെടുത്തുന്നത്. ഈ റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന് കിട്ടിയിരിക്കുന്നു. അതായത് കഴിഞ്ഞ തവണ നമ്മൾ ആ സംഘത്തിൽപ്പെട്ട അതിൽ അകപ്പെട്ടു പോയ ഒരാളുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അയാൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന് പിന്നാലെ നമ്മൾ പോയത്. അതിലൂടെയാണ് ഇപ്പോൾ ഈ കേസിൽ NIA കേസിലെ ഒരു പ്രതി കൂടിയുണ്ട് എന്നും അയാൾ ഇതിന്റെ പ്രധാന ഏജന്റാണെന്നും വ്യക്തമായിരിക്കുന്നത്. ഇതിന്റെ ഗ്രാവിറ്റി വലുതാവുകയാണ്. ഓക്കെ, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ഒരു കേസ് അതിന് ചരട് പിടിച്ച് അന്വേഷിച്ച് പോകുമ്പോഴാണ് കൂടുതൽ അപകടമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രകാശൻ പറയുന്നു, SKN പണ്ടൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത്തരം സംഭവങ്ങൾ പത്രത്തിലൊക്കെ നമ്മൾ വായിച്ച് അറിഞ്ഞു, ഈ കൊലപാതകത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ കൺമുന്നിലാണ് ഇതൊക്കെ നടക്കുന്നത്. ഇപ്പോൾ അവിടെയൊക്കെ നേരെ ആയോന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇതൊക്കെ ഒരു അത്ര അപൂർവമായ വാർത്തയല്ല എന്ന രീതിയിൽ വരുന്നുണ്ട്. ജനാർദ്ദൻ നായർ പറയുന്നു, നിങ്ങൾ പോകെ അസത്യത്തിൻ്റെ കൂടെയാണ് എന്ന് ഞങ്ങൾ ഒരു കൂട്ടരെ കരുതുന്നു. ശരിയല്ലേ? ശരിയല്ല, അസത്യത്തിൻ്റെ കൂടെ നമ്മളില്ല. എന്തായാലും മറ്റൊരു വാർത്തയിലേക്ക്. മാസപ്പടി കേസിൽ CMRLന് എതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി SFI റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്ക് CMRL പണം നൽകിയോ എന്ന് സംശയമുണ്ടെന്ന് SFI ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചു. എക്സാലോജിക് CMRL ഇടപാടിൽ അന്വേഷണം പൂർത്തിയായെന്നും SFI ഡൽഹി ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. ഇടപാടിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടോ എന്ന് ഷോൺ ജോർജ് ചോദിക്കുന്നു.
മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സാലോജിക് കമ്പനിയുമായുള്ള മാസപ്പടി കേസിലെ അന്വേഷണം റദ്ദാക്കണമെന്ന CMRLന്റെ ഹർജിയിൽ വാദം തുടരവെയാണ് ഡൽഹി ഹൈക്കോടതിയിൽ SFIO ഗുരുതര വെളിപ്പെടുത്തൽ നടത്തിയത്. CMRL പണം നൽകിയത് ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്കാണോ എന്ന് സംശയമുണ്ടെന്ന് SFIO ഡൽഹി ഹൈക്കോടതി അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുന്നുണ്ടെന്നും SFIO. ആകെ 184 കോടിയുടെ പണമിടപാട് CMRL നടത്തിയിട്ടുണ്ടെന്നും SFIO കോടതി അറിയിച്ചു. CMRLും എക്സാലോജിക്കും നടത്തിയ ദുരൂഹ പണമിടപാടിൽ അന്വേഷണം പൂർത്തിയായെന്ന് SFIO. പണം നൽകിയത് എക്സാലോജിക്കുമായി ബന്ധമുള്ള പ്രമുഖ വ്യക്തിക്കാണെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയതായാണ് SFIO വ്യക്തമാക്കുന്നത്. കേസിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്ന് പരാതിക്കാരൻ ഷോൺ ജോർജ് 24നോട്. SFIയുടെ ഒരു പ്രാഥമിക അന്വേഷണം എന്ന് വേണം പറയാം. ഇനി അതിന്മേൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോസിക്യൂഷൻ അനുമതി, ഇവരെ അറസ്റ്റ് ചെയ്യാൻ ഉൾപ്പെടെയുള്ള അനുമതി ഇനി കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിൽ നിന്ന്, മിനിസ്ട്രിയിൽ നിന്ന് ലഭ്യമാകേണ്ടതുണ്ട്. അതാണ് SFIയുടെ പ്രൊസീജിയർ. SFIയുടെ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം അതിനൊരു പെർമിഷൻ, അതായത് പ്രോസിക്യൂഷൻ പെർമിഷൻ ഇനി മിനിസ്ട്രിയിൽ നിന്ന് ലഭ്യമാകേണ്ടതുണ്ട്. മിനിസ്ട്രിയിൽ നിന്ന് ലഭ്യമാകുന്ന മുഴയ്ക്ക് അറസ്റ്റ് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യും, കൂടുതൽ ചോദ്യം ചെയ്യണം കോടതി ചോദ്യം ചെയ്യാനും ഒക്കെ ഇനി SFIക്ക് അധികാരം ഉണ്ടാവും. കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും കേസിൽ നടപടിയില്ലെന്ന് മാത്യു കുഴൽനാടൻ MLA ആരോപിച്ചു. 8 മാസം കൊണ്ട് പൂർത്തീകരിക്കേണ്ട SFI അന്വേഷണം ഇതുവരെയും പൂർത്തീകരിച്ച് റിപ്പോർട്ട് നൽകിയിട്ടില്ല. കേവലം 2 കമ്പനികൾ തമ്മിലുള്ള സ്ട്രെയിറ്റ് ട്രാൻസാക്ഷൻ, ആ ട്രാൻസാക്ഷനെ കുറിച്ച് അന്വേഷിക്കാൻ എന്തിനാണ് ഇത്രയും നീട്ടിക്കൊണ്ടു പോകുന്നതെന്ന് അറിയില്ല. ഇപ്പോൾ തന്നെ അവർ പറഞ്ഞു കഴിഞ്ഞു ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ കണ്ടെത്തിയെന്ന്. എന്നാൽ അത് സംബന്ധിച്ച് റിപ്പോർട്ട് ഫയൽ ചെയ്യാതെ വീണ്ടും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ പിണറായി വിജയന്റെ രാഷ്ട്രീയ ആയുസ് നീട്ടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണോ നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും ഇത് ചെയ്യുന്നത് എന്ന് സ്വാഭാവികമായിട്ടും സംശയിക്കേണ്ട ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ആദായനികുതി സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയ വിഷയത്തിൽ മറ്റൊരു അന്വേഷണം നടത്തുന്നത് ചട്ടവിരുദ്ധമെന്നാണ് CMRLന്റെ വാദം. കേസിൽ ഈ മാസം 23-ന് ഡൽഹി ഹൈക്കോടതിയിൽ വീണ്ടും വാദം കേൾക്കും. 24 ഡൽഹി. യൂട്യൂബിൽ പി ഉണ്ണികൃഷ്ണൻ ഒരു സന്ദേശം വന്നിരിക്കും. പ്രിയപ്പെട്ട SK, പ്രിയമുണ്ടോ എന്ന് എനിക്ക് മനസ്സിലായില്ല. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിന് ഒരു അടിയന്തര സഹായനിധി 24 രൂപീകരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് നടക്കുന്ന കാര്യമല്ലല്ലോ. നമ്മളാണ് സംസ്ഥാനത്തിൻ്റെ ഖജനാവിന് ആരോഗ്യം ഉണ്ടാക്കാൻ വേണ്ടി പണം പിരിക്കുക. അത് നടക്കുന്ന കാര്യമല്ല മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ. മറ്റൊരു വാർത്തയിലേക്ക്. ഭരണഘടനാ ചർച്ചയിൽ അമിത്ഷാ നടത്തിയ അംബേദ്കർ പരാമർശത്തിൽ പാർലമെന്റിൽ ഭരണ പ്രതിപക്ഷ പോരുണ്ടായി. ഇന്ന് ഡോക്ടർ BR അംബേദ്കറെ അവഹേളിച്ച അമിത്ഷാ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ ബഹളത്തിൽ ഇരുസഭകളും ഇന്ന് പിരിഞ്ഞു. അംബേദ്കറോട് ചെയ്ത തെറ്റുകൾ മറയ്ക്കാനുള്ള നുണപ്രചാരണമാണ് കോൺഗ്രസ് നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. अभी एक फैशन हो गया है, अम्बेडकर 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 अम्बेडकर. इतना नाम अगर भगवान का लेते तो 7 जन्मों तक स्वर्ग मिल जाता. രാജ്യസഭയിലെ ഭരണഘടനാ ചർച്ചയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ ഈ പരാമർശമാണ് വിവാദമായത്. ഡോക്ടർ BR അംബേദ്കറെ അമിത്ഷാ അവഹേളിച്ചെന്നാരോപിച്ച് പാർലമെന്റിന് പുറത്ത് പ്രതിപക്ഷാംഗങ്ങളുടെ പ്രതിഷേധം. പിന്നാലെ ഇരുസഭകളിലും പ്രതിപക്ഷം ജയ് ഭീം മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം കടുപ്പിച്ചു. प्रश्नकाल 321 321. അമിത്ഷാ രാജിവെക്കണമെന്നും രാജ്യത്തോട് മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ട് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖർഗെ രംഗത്തെത്തി. अमित शाह ने उठाकर डिस्कशन में वो लाए थे. उन्होंने ये कहा था कि अम्बेडकर का इतना आप लोग उठ के बोलते हो. പാർലമെന്റിൽ അംബേദ്കറുടെ ചിത്രം വയ്ക്കുന്നത് കോൺഗ്രസ് വിലക്കിയെന്നും തിരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചെന്നും കേന്ദ്രമന്ത്രിമാരുടെ മറുപടികൾ. ഇപ്പോൾ അംബേദ്കറുടെ പേര് കോൺഗ്രസ് ദുരുപയോഗം ചെയ്യുകയാണെന്നും വിമർശനം. ये बताया कि बाबा साहब अम्बेडकर के जीते जी कांग्रेस पार्टी ने अम्बेडकर जी का कैसा अपमान किया. അമിത്ഷായ്ക്കെതിരെയുള്ള പ്രതിപക്ഷ വിമർശനത്തിന് മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രംഗത്തെത്തി. ചെയ്ത തെറ്റ് മറച്ചുപിടിക്കാനാണ് അമിത്ഷായുടെ പ്രസ്താവന വളച്ചൊടിച്ച് കോൺഗ്രസ് നുണപ്രചാരണം നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. 24 ഡൽഹി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിൽ പ്രതിരോധത്തിലായി BJPയും കേന്ദ്ര സർക്കാരും. അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുകയാണ്. ഇന്ന് അർദ്ധരാത്രിക്കുള്ള
ഉള്ളിൽ അമിത്ഷായെ പുറത്താക്കിയില്ലെങ്കിൽ രാജ്യമെങ്ങും ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ പ്രതിപക്ഷ ആരോപണം തള്ളി അമിത്ഷാ ഇന്ന് വൈകുന്നേരം രംഗത്ത് വന്നു. കോൺഗ്രസ് തന്റെ വാക്കുകൾ വളച്ചൊടിച്ചെന്നാണ് അമിത്ഷാ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത്. जो व्यक्ति संविधान का शपथ लेके अंदर आता है, मिनिस्टर बनता है, मेंबर बनता है, अगर उस संविधान का अपमान करता है तो उसमें उसको कैबिनेट में रहने का कोई अधिकार नहीं है. उनको फौरन ड्रॉप करना चाहिए, बर्खास्त करना चाहिए, तभी इस देश के लोग शांत रहेंगे. कांग्रेस पार्टी अंबेडकर जी विरोधी पार्टी है. कांग्रेस पार्टी आरक्षण विरोधी पार्टी है. कांग्रेस पार्टी संविधान विरोधी पार्टी है. कांग्रेस पार्टी ने सावरकर जी का भी अपमान किया. कांग्रेस पार्टी ने आपातकाल डालकर संविधान के सारे मूल्यों की धज्जियां उड़ा दी. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. റഫീഖ് പറഞ്ഞു, മദ്യം എല്ലാ നാശത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും പരാജയത്തിൻ്റെയും അപമാനത്തിൻ്റെയും താക്കോലായി മാറുന്നു. എന്താ ചെയ്യുക? മദ്യപിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാരെ മദ്യം വല്ലാതെ കീഴ്പ്പെടുത്തി കളയും. അതിൻ്റെ ലഹരിയിൽ അവർ എന്തും ചെയ്തു എന്ന് വരും. സീന മുഹമ്മദ് പറയുന്നു, അംബേദ്കർ വിഷയത്തിൽ താങ്കളുടെ വ്യക്തിപരമായ അഭിപ്രായം എന്താണ്? വേണ്ടിയിരുന്നില്ല എന്നെനിക്ക് തോന്നി. മറ്റൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് കൂടരഞ്ഞി കൂരിയോട് വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചത് പുലിയാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. വനംവകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ഈ സ്ഥിരീകരണം. പ്രദേശത്ത് ഇപ്പോൾ വനംവകുപ്പ് ക്യാമറ സ്ഥാപിച്ചു കഴിഞ്ഞു. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്നും തത്സമയം ചേരുകയാണ്. രാഹുൽ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പുലിയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളുടെ ഭീതി ഒരു ലെവലിലാകുമല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ? SKN കൂടരഞ്ഞിക്ക് സമീപം കൂരിയോട് വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചത് പുലി തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നിരവധി വളർത്തുമൃഗങ്ങളെ വന്യജീവി ആക്രമിച്ചിരുന്നു. ആദ്യം ആളുകൾ വിചാരിച്ചത് ഇത് കടുവയാണെന്നാണ്. ഈ അടിസ്ഥാനത്തിലാണ്, ഈ സംശയത്തിലാണ് വനം വകുപ്പിനെ ഈ വിവരം അറിയിച്ചത്. ഇന്ന് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ പ്രദേശത്തെത്തി പരിശോധന നടത്തി. കാൽപ്പാടുകൾ പരിശോധിച്ചതിൽ നിന്നാണ് അത് കടുവയല്ല, അത് പുലിയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ ഞായറാഴ്ച ഈ പ്രദേശത്തെ ഒരു ആടിനെയും വന്യജീവി ആക്രമിച്ചിരുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പുലിയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ എക്കാലക്കൽ തോമസിന്റെ വീട്ടിൽ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ക്യാമറയിൽ പുലിയുടെ ദൃശ്യം പതിയുകയാണെങ്കിൽ ഈ പ്രദേശത്ത് കൂട് വെക്കുന്ന ഉൾപ്പെടെയുള്ള തുടർ നടപടികളിലേക്ക് കടക്കാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. അകമ്പുഴ മേഖലയിൽ നിന്നുമാണ് ഈ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നതെന്നാണ് ജനങ്ങൾ പറയുന്നത്. എന്താണെങ്കിലും മുൻകരുതൽ നടപടിയുടെ ഭാഗമായി രാത്രികാലങ്ങളിൽ ആളുകൾ പുറത്തിറങ്ങരുതെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശം. അതുമാത്രമല്ല, പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങുമ്പോഴും ഒരു ജാഗ്രത പാലിക്കണമെന്നും വനം വകുപ്പ് ഈ പഞ്ചായത്ത് അധികൃതർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും വനം വകുപ്പിന്റെ ഒരു പെട്രോളിംഗ് ഈ പ്രദേശത്ത് തുടരും. ഓക്കെ, താങ്ക് യു രാഹുൽ സുരേഷ്. റിനെ പോലെ ചില ആൾക്കാർ BR അംബേദ്കറെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഒരു അംഗമായിട്ടാണ് കാണുന്നത്. അംഗമൊന്നുമല്ല, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. കാരണം നമ്മുടെ ഭരണഘടനയിലെ പല വകുപ്പുകളും എഴുതി ചേർക്കുന്നതിൽ നിർണായക സ്വാധീനം ചെലുത്തിയ ചില ആളുകളുണ്ട്. അതിലൊരാളാണ് ഡോക്ടർ BR അംബേദ്കർ. അത് നമുക്ക് മറക്കേണ്ട കാര്യമല്ല, തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. ഈ മണിക്കൂറിൽ വന്ന പ്രധാനപ്പെട്ട വാർത്തകൾ ഇതൊക്കെയാണ്. ഇനി മറ്റു വാർത്തകളിലേക്ക്. വിജിലൻസ് അന്വേഷണവും ആരോപണങ്ങളും നേരിടുന്ന ADGP MR അജിത് കുമാറിന് DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം നൽകാൻ മന്ത്രിസഭയുടെ അനുമതി. വിജിലൻസ് അന്വേഷണം നേരിടുന്നത് സ്ഥാനക്കയറ്റത്തിന് തടസ്സമല്ല എന്ന സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശ മന്ത്രിസഭാ യോഗം ഇന്ന് അംഗീകരിച്ചു. MR അജിത് കുമാറിനൊപ്പം സുരേഷ് രാജ് പുരോഹിതിനെയും DGP റാങ്കിലേക്ക് ഉയർത്തും. പൂരം കലക്കൽ, RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, സ്വത്ത് സമ്പാദനം, ഇങ്ങനെ നിരവധി ആരോപണങ്ങളെ ചുഴിയിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥനാണ് ADGP MR അജിത് കുമാർ. ഇതിനു പുറമെ വിജിലൻസ് അന്വേഷണവും നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥനാണ് DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം നൽകുന്നത്. IPS ഉദ്യോഗസ്ഥരുടെ സ്ഥാനക്കയറ്റം പരിശോധിക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി MR അജിത് കുമാർ അടക്കമുള്ളവർക്ക് പ്രൊമോഷൻ നൽകാൻ ശുപാർശ ചെയ്തിരുന്നു. അജിത് കുമാർ ഉൾപ്പെട്ടിട്ടും ശുപാർശ മന്ത്രിസഭ അതേപടി അംഗീകരിച്ചു. കൃത്യമായ മാനദണ്ഡങ്ങളുണ്ടല്ലോ, ആ മാനദണ്ഡങ്ങൾ പരിശോധിച്ചിട്ടാണ് ഒരു കമ്മിറ്റി നൽകുക. മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുക. മാനദണ്ഡങ്ങളിൽ ഞങ്ങൾ പ്രത്യേക താല്പര്യമോ പ്രത്യേക വിവേചനവോ സർക്കാർ കാണിക്കില്ല. മാനദണ്ഡങ്ങൾക്കെതിരായിട്ട് ആർക്കും ഒരു അനുകൂലമായ നിലപാട് സ്വീകരിക്കില്ല. സ്ഥാനക്കയറ്റം നൽകിയതോടെ MR അജിത് കുമാറിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമായതായി രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ആരാണ് ADGP
അജിത് കുമാറിൻ്റെ പിന്നിലുള്ളത് ആരാണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ADGP അജിത് കുമാറിനെതിരെ DGP അന്വേഷിക്കുമെന്ന് പറഞ്ഞു. ഇനി എന്ത് DGP അന്വേഷിക്കാൻ? അജിത് കുമാറിനെ ആര് സംരക്ഷിക്കുന്നു എന്നുള്ളത് ഇന്നത്തെ മന്ത്രിസഭാ തീരുമാനം കൊണ്ട് തന്നെ വ്യക്തമായിരിക്കുകയാണ്. ഇത് അധാർമികമായ ഒരു നടപടിയാണ്. മുഖ്യമന്ത്രി RSSന് വഴങ്ങിയതുകൊണ്ടാണ് അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകാനുള്ള ശുപാർശ അംഗീകരിച്ചതെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ വിമർശിച്ചു. 24 തിരുവനന്തപുരം. മറ്റൊരു വാർത്തയിലേക്ക്. അതിരപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന. വെറ്റിലപ്പാറ 15 മുണ്ടമ്മാണിക്ക് സമീപമാണ് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയിട്ടുള്ളത്. അതിരപ്പള്ളി ജനതയുടെ കാട്ടാന ഭീതിയുടെ നേർചിത്രം 24 സംഘം പകർത്തുകയാണ്. വെറ്റിലപ്പാറ മുണ്ടമ്മാണിയിൽ നിന്ന് സൂരജ് സജിയും വാർത്താ സംഘവും നമുക്കിപ്പം തത്സമയം ചേരുന്നു. സൂരജ് സജി, കാട്ടാന വരുന്ന സ്ഥലത്തു നിന്നൊക്കെ മാറി നിന്നോളൂ. എന്തൊക്കെയാണ് അവിടെ നിന്ന് കാണാൻ കഴിയുന്ന വിവരങ്ങൾ? നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വെറ്റിലപ്പാറ 15-ലാണ്. 15-ൽ 7 മണിയോടുകൂടിയാണ് ഈ കാട്ടാന ഇറങ്ങുന്നത്. പക്ഷേ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരാകട്ടെ അവരെത്തിയതാകട്ടെ ഒരു 10 മിനിറ്റ് മുമ്പ് മാത്രമാണെന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. ഈ ദൃശ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്നാണ് ഇത് ജനവാസ മേഖലയാണ്. അവിടെ നിന്ന് ഈ തോട്ടത്തിലൂടെ കടന്ന് ഈ ജനവാസ മേഖലയ്ക്ക് അരികിലൂടെ, അതായത് തൊട്ടടുത്ത് ഞാൻ നിൽക്കുന്നതിന് ഇടതുവശത്ത് ഈ ഭാഗത്തായിട്ട് വീടുകൾ ഉൾപ്പെടെയുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ആ വീടുകളെല്ലാം ഉള്ള മേഖലയിലൂടെയാണ് ഈ ആന കടന്നു പോയിരിക്കുന്നത്. അതിരപ്പള്ളി ജനതയെ സംബന്ധിച്ച് കുറച്ച് ദിവസങ്ങളായി തന്നെ വലിയ ആശങ്കയിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് വെറ്റിലപ്പാറ 14, 15 തുടങ്ങിയ മേഖലകളിൽ ഒരാഴ്ചയിലധികമായി ആനയുണ്ട്. പക്ഷേ ഈ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം അടക്കം ഈ മേഖലയിൽ ആന എത്തിയത് വലിയ വാർത്തയായിരുന്നു. ഇന്ന് അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലടക്കം ആന എത്തിയതിന്റെ വാർത്തകൾ നമ്മൾ പുറത്തുവിട്ടതാണ്. ഇപ്പോൾ എനിക്ക് പിന്നിൽ അവിടെ ആ ഒരു വെട്ടം കാണാം. നമുക്ക് ടോർച്ചടിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്താണ് നിലവിൽ ആനയുള്ളത്. ഇവിടെ നിന്ന് ഒരു 400 മീറ്റർ അകലെ എന്നുള്ളതാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ RRT സംഘം അവിടെ എത്തിയിട്ടുണ്ട്. അവർ ഈ ആനയെ തുരത്താനുള്ള ശ്രമം തുടരുകയാണ്. എന്തായാലും ഈ പ്രദേശവാസികൾ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഇതിപ്പോൾ തുടർച്ചയായിട്ട് ഈ മേഖലയിലേക്ക് ആന എത്തുകയാണല്ലേ? സ്ഥിരം വരുന്ന ഏരിയയാണ് ഇവിടെ ആന. വലിയ ഭീതിയിലാണ്. ആ ഭീതിയിലാണ് നാട്ടുകാരെല്ലാവരും. ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ഇടപെടുന്നുണ്ടോ? ഇടപെടുന്നുണ്ട്, അത്യാവശ്യം ഇടപെടുന്നുണ്ട്. ഇന്നിപ്പോ എപ്പോഴെത്തി? ഇന്നിപ്പോൾ ഒരു കുറച്ച് നേരമായിട്ട് വന്നിട്ട്, 15 മിനിറ്റ് ആയിട്ട് വന്നിട്ട്. അറിയിക്കുമ്പോൾ കുറച്ച് സമയമൊക്കെ എടുക്കും. ചേട്ടാ, എങ്ങനെയാട്ടെ, എത്രത്തോളം ഭീതിയുണ്ട് നമ്മളെ സംബന്ധിച്ച്? ഇവിടുത്തെ അവസ്ഥ നോക്കുമ്പോൾ വൈകിട്ട് ഒരു 6 മണി കഴിഞ്ഞാൽ തൊട്ട് ആനയാണ്. കുട്ടികൾക്ക് ട്യൂഷന് പോയി വരാൻ പോലും വളരെ ബുദ്ധിമുട്ടുന്ന ഒരു ഏരിയ ആയിട്ട് മാറിയിരിക്കുകയാണ്. കാട്ടാന ശല്യം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ കൃഷി ഒന്നുമില്ല. അപ്പം തന്നെ നമ്മുടെ പറമ്പിൽ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ടായി, ഒന്നുമില്ല. ഒരു വാഴ വയ്ക്കാൻ പറ്റില്ല, നമുക്കൊരു ചേമ്പ് നടാൻ പറ്റില്ല. ഒരു സൗകര്യം നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. രാത്രി ആയി കഴിഞ്ഞാൽ കയ്യിലൊരു ടോർച്ചൊക്കെ ഉണ്ട്. ഈ ടോർച്ചൊക്കെ പിടിച്ചിട്ടാണ് ഇവർക്ക് അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത് അല്ലേ? ആ ടോർച്ച് മാത്രമല്ല, നമ്മൾ ഗുണ്ടടക്കം കരുതി കൊണ്ടാണ് ഇത് നടക്കുന്നത്. പക്ഷേ ഗുണ്ട് പൊട്ടിക്കും തോറും ആന വയലിനായിക്കൊണ്ടിരിക്കുകയാണ്. ഫോറസ്റ്റുകാരോട് ഇത് നിരന്തരം വിളിച്ച് പറഞ്ഞാൽ അതിനുള്ള സൗകര്യങ്ങൾ ഇതുവരെ ചെയ്തില്ല. സൗരോർജ്ജ വേലി ഇവിടെ സ്ഥാപിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതേവരെ ആയിട്ടില്ല. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് മുന്നേ ഇതിപ്പോൾ നടക്കും എന്ന് പറഞ്ഞ സംഭവമാണ് സൗരോർജ്ജ വേലി. ഇതേവരെ നടന്നിട്ടില്ല. അതുപോലെ ഒരു പിഞ്ചു കുഞ്ഞിനെ ചവിട്ടിക്കൊന്ന ഏരിയയാണ് ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറം, കണ്ണൻകുഴി ആൻമരിയ ഇന്ന് അമേയ ആ കൊച്ചുകുട്ടി അന്നൊരു സമരം നടത്തിയതല്ലാതെ ഇവിടെ വനം വകുപ്പ് ഒരു വക ഇതും നോക്കണില്ല. വലിയ പ്രതിഷേധമാണ് ജനങ്ങൾക്കുള്ളിലുള്ളത്. കാരണം ഈ സൗരോർജ്ജ വേലി അടക്കം സ്ഥാപിക്കുമെന്ന് പറഞ്ഞതാണ്, പക്ഷെ ഒന്നും ഉണ്ടായില്ല. മോനെ, പേടിയൊക്കെ ഉണ്ടോ? ഭയങ്കര പേടിയുണ്ട്. അത് ആന ബാക്കിൽ അന്ന് വന്നിട്ടുണ്ടായി മിഞ്ഞാന്ന് വീടിന്റെ ബാക്കിൽ. പിന്നെ ഞങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ റോഡിൽ എണ്ണപ്പനയുടെ സൈഡിൽ ആനക്ക് നിൽക്കാറുണ്ട്. പിന്നെ അവിടെ ഇവിടേക്ക് ആയിട്ട് വരാറുണ്ട്. വൈകുന്നേരമായ പുറത്തിറങ്ങാൻ പേടിയല്ലേ? വൈകുന്നേരം പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ. വൈകുന്നേരമല്ല, പകൽ തന്നെ ഇപ്പോൾ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ജനങ്ങൾ ജീവിക്കുന്നത്. വളരെ ദുരിതത്തിലാണ്. ഇതിനെന്തെങ്കിലും ഇതിൻ്റെ ജനപ്രതിനിധികളും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു തന്നാൽ ഉപകാരമായിരിക്കും. ഇത് തന്നെയാണ് വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത്. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്ന ഇവിടെ നിന്നൊരു 300-400 മീറ്റർ അകലെയാണ് ആനയുള്ളത്. ആനയെ തുരത്താൻ വേണ്ടി വനംവകുപ്പിന്റെ സംഘമടക്കം അങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ട്. എന്തായാലും ഈ മേഖലയിൽ നിൽക്കുന്നത് സുരക്ഷിതമല്ല എന്ന ബോധ്യം നമുക്കുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് ഇവിടെ ജീവിക്കുന്ന ആളുകളുടെ നിസ്സഹായാവസ്ഥ ഓർക്കുമ്പോൾ ഈ സ്ഥലത്ത് നിൽക്കുന്നതിൽ ഒട്ടും ഭയം തോന്നുന്നില്ല എന്നുള്ളതാണ്. എസ്കേൻ, എന്തായാലും അതിരപ്പള്ളി ജനതയെ സംബന്ധിച്ച് സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ അവർ കടന്നു പോകുന്നു. ഒരു അടിയന്തര ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഇവർ ആവശ്യപ്പെടുന്ന. എസ്കേൻ, ഓക്കെ, സുരേഷ് സജി വളരെ കെയർ എടുക്കുക, സൂക്ഷിക്കുക. ആമിനെ പോലുള്ള പ്രേക്ഷകരൊക്കെ സുരേഷ് സജിയോട് പറയാൻ പറയുന്നു സൂക്ഷിച്ചൊക്കെ നിൽക്കണം എന്ന്.
നിങ്ങൾക്ക് അറിയുന്നത് ഈ വെറ്റിലപ്പാറയിലെ മുണ്ടമ്മാണിയിൽ നിന്നാണ് സൂരജ് തത്സമയം ചേർന്ന് ഈ ആറ്റിലപ്പാറ അതുപോലെ അതിരപ്പള്ളി ഭാഗങ്ങളിലൊക്കെ തന്നെ ജലവാസ മേഖലയിൽ വൈകുന്നേരമായാൽ ആന ഇറങ്ങുന്നു എന്നുള്ള നിരന്തരമായ പരാതികളെ തുടർന്നാണ് സൂരജ് സജി ഉൾപ്പെടുന്ന വാർത്താ സംഘം വെറ്റിലപ്പാറയിൽ എത്തിയത്. കാരണം 6 മണിയായാൽ റോഡിൽ മിക്കവാറും ആനയുണ്ടാകും. അപ്പോൾ കാട്ടാന ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ സ്വൈര ജീവിതം അപകടത്തിലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതോടെ ജനങ്ങൾ കുറേ അധികം കാലമായി അവരുടെ പരാതി ഇങ്ങനെ ഉയരുകയാണ്. അതുകൊണ്ട് സംഭീതരായ ജനങ്ങളുടെ നേർസാക്ഷ്യങ്ങൾ പ്രേക്ഷകരിൽ എത്തിക്കാൻ വേണ്ടിയാണ് നമ്മുടെ വാർത്താ സംഘം അതിരപ്പള്ളി വെറ്റിലപ്പാറ ഭാഗങ്ങളിൽ ഇപ്പോൾ ക്യാമ്പ് ചെയ്യുന്നത്. അമിനെ വിഷമിക്കേണ്ട, എല്ലാ കെയറും ഒക്കെ അവരെടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. അവിടെ ഈ വനപാലകരും അവിടെ ഉണ്ട്. കുറച്ച് വിദ്യാർത്ഥികൾ ഒരു സന്ദേശം അയച്ചിരിക്കുന്നു. ഞങ്ങളൊക്കെ പ്ലസ് ടു വിദ്യാർത്ഥികളാണ്. ഞങ്ങളുടെ പരീക്ഷ വലിയ ബുദ്ധിമുട്ടാണ്. ഫൈനൽ എക്സാം ലാബൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിച്ചു, 24-ൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, എന്തെങ്കിലും ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. എൻ്റെ കുട്ട, ഞാൻ എന്ത് ചെയ്യും? നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പരീക്ഷ ലളിതമാക്കാൻ എന്തൊക്കെയാണ് പരിപാടി? നന്നായിട്ട് പഠിച്ചാൽ പരീക്ഷ ലളിതമാകുമോ? നമുക്ക് നോക്കാം. നമ്മൾക്ക് ഏത് കാര്യത്തിലായാലും നമുക്ക് നോക്കണമല്ലോ. കുട്ടികളൊക്കെ പേടിക്കാതിരിക്കുക. ഇത് ക്രിസ്മസ് പരീക്ഷയല്ലേ, വലിയ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഇനി പത്തനംതിട്ടയിലേക്ക് കല്ലേലി എന്ന സ്ഥലത്ത് കാറിന് നേരെ കാട്ടാന പാഞ്ഞെടുത്തു. വയക്കര സ്വദേശികളുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ശ്രീജിത്ത് ശ്രീകുമാരൻ നമുക്കൊപ്പം ടെലിഫോണിൽ ചേരുകയാണ്. പറയൂ ശ്രീജിത്ത്. അല്പസമയം മുൻപാണ് കാട്ടാന വയക്കര സ്വദേശികളുടെ കാറിന് നേരെ പാഞ്ഞെടുത്തത്. ആദ്യഘട്ടത്തിൽ പിന്നെ വിളിച്ച് ഈ പ്രദേശം ഏതാണ്ട് കാട്ടാനകൾ സ്ഥിരമായി ഇറങ്ങാനുള്ള മേഖല തന്നെയാണ്. രാത്രിയിലെ യാത്രകളിലൊക്കെ ആളുകൾ ശ്രദ്ധിക്കാറുണ്ട്. എന്നാലും ഈ വയക്കര സ്വദേശി കാറെടുത്ത് പുറത്തേക്ക് ഇറങ്ങി. എന്തായാലും ഈ മേഖലയിൽ കാട്ടാന ആദ്യം ചിഹ്നം വിളിച്ച് അങ്ങോട്ട് പാഞ്ഞെടുക്കുകയായിരുന്നു. ഈ വയക്കര സ്വദേശിയുടെ കാറിന് പത്തനംതിട്ട ശ്രീജിത്താണ് നമുക്കൊപ്പം ചേർന്ന്. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. അതിരപ്പള്ളിയിലെ ജയകുമാർ പറയുന്നു, എന്നെയും ഭാര്യയെയും കാട്ടാന ആക്രമിച്ചിരുന്നു, എനിക്കും ചിലത് പറയാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിന് വഴിയുണ്ടാക്കാമെന്ന് SKN പറഞ്ഞിരിക്കുന്നു. ഇനി വഴിയുണ്ടല്ലോ. ഇപ്പോൾ വെറ്റിലപ്പാറയിൽ നമ്മുടെ വാർത്താ സംഘം സൂരജ് സജിയും സംഘവും അവിടെ തന്നെ ഉണ്ട്. താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറയിൽ പറയാം. സൂരജ് സജി, ഈ ജയകുമാർ അതിരപ്പള്ളിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങളത് റെക്കോർഡ് ചെയ്യുക, നമുക്ക് നാളെ മോർണിംഗ് ഷോയിൽ കാണിക്കുകയും ചെയ്യാം. അപ്പോൾ വഴിയുണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞത് വനം വകുപ്പിനെ ശ്രദ്ധയപ്പെടുത്തുകയോ അങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്യാമെന്നാണ്. താങ്കൾക്ക് എന്തായാലും താങ്കളുടെ അനുഭവം നിങ്ങളുടെ ക്യാമറയിൽ പറയണമെങ്കിൽ അതിനുള്ള സൗകര്യം നമ്മൾ തീർച്ചയായിട്ടും ഉണ്ടാക്കും. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. വാർഡ് പുനർവിഭജനത്തിൽ സംസ്ഥാന സർക്കാരിന് ഇന്ന് കോടതിയിൽ തിരിച്ചടി. 9 തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനം ഹൈക്കോടതി ഇന്ന് റദ്ദാക്കി. സർക്കാരിൻ്റെ വാർഡ് പുനർവിഭജന ഉത്തരവും ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ മാർഗനിർദ്ദേശങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. പാനൂർ, മുക്കം, കൊടുവള്ളി, പയ്യോളി, ശ്രീകണ്ഠാപുരം, മട്ടന്നൂർ, ഫറോക്ക്, പട്ടാമ്പി നഗരസഭകളിലെ വാർഡ് പുനർവിഭജനമാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. പടന്ന ഗ്രാമപഞ്ചായത്തിലെ വാർഡ് പുനർവിഭജന ഉത്തരവും മാർഗനിർദ്ദേശങ്ങളും നിയമവിരുദ്ധമാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. നഗരസഭകളിലെ മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നടപടി. 2015 തന്നെ പഞ്ചായത്തുകളുടെ എണ്ണം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നെങ്കിലും അത് എങ്ങുമെത്തിയിരുന്നില്ല. അതിനിടെയാണ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു വാർഡ് അധികമാക്കുക എന്ന നിലയിലുള്ള വാർഡ് വിഭജന രീതിയുമായി സർക്കാർ മുന്നോട്ട് പോയത്. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് വാർഡ് വിഭജനം പൂർത്തിയാക്കുകയായിരുന്നു സർക്കാർ ലക്ഷ്യം. ഇത് അന്തിമഘട്ടത്തിൽ എത്താനിരിക്കെയാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. പവിത്രൻ പാതിരപ്പറ്റയുടെ ഒരു യൂട്യൂബ് സന്ദേശം. അതേ പറയുന്നത് കാട്ടാന ഒരു ദിവസം 24ലേക്ക് കയറി വരും, അന്ന് SKൻ്റെ ഓട്ടം കാണാം എന്ന് പറഞ്ഞു. എനിക്കിതിനകത്ത് എക്സ്പീരിയൻസ് ഉണ്ട്. പണ്ടൊരു ഉത്സവപ്പറമ്പിൽ ആന വരണ്ടോ എന്ന് വിശ്വസിച്ച് കുറേ ഓടിയതാണ് ഞാൻ. അതുകൊണ്ട് ആന വന്നാൽ നല്ല അസ്ഥലായിട്ട് ഓടും. അഭിമാനത്തെക്കാൾ വലുത് ആരോഗ്യമെന്ന് വിശ്വസിക്കുന്ന തലമുറയിലെ പ്രതീകമാണ് ഞാൻ. അബ്ദുൽ ഹദ് പറയുന്നു, സാറേ 24 കാണുന്ന ഓരോ വാർത്തയും കേൾക്കുമ്പോൾ ഓരോ ദിവസവും ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവപ്പെടുന്നു. അത് താങ്ങാനുള്ള മനക്കരുത്ത് ഞങ്ങൾക്കില്ലെന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങളുടെ മനക്കരുത്തൊന്ന് ആലോചിച്ച് നോക്കി. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. പുഷ്പ 2 റിലീസിനിടെ ഉണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന കുട്ടിയെ ഇന്ന് അല്ലു അർജുൻ്റെ പിതാവ് അല്ലു അരവിന്ദ് സന്ദർശിച്ചു. കിംസ് ആശുപത്രിയിൽ എത്തിയാണ് കുട്ടിയെ കണ്ടത്. കുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നുവെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ പറയുന്നത്. അരുൺ പൂപ്പറമ്പ ടെലിഫോണിലുണ്ട്. അരുൺ, വിശദാംശങ്ങൾ. SKN ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഹൈദരാബാദിലെ കിംസ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തന്നെ
തുടരുകയാണ്. ഇതിനിടെ അല്ലു അർജുൻ ഈ കുട്ടിയെ സന്ദർശിച്ചില്ല എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായിട്ടുള്ള വിമർശനം ഉയർന്നിരുന്നു. അതിൽ താരം തന്നെ ഒരു പ്രതികരണം നടത്തിയിരുന്നു. നിലവിൽ നിയമ നടപടികൾ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ അതുകൊണ്ടാണ്, അങ്ങനെ നിയമോപദേശം ലഭിച്ചതുകൊണ്ടാണ് ഈ കുട്ടിയെ കാണാൻ പോകാത്തത്. എല്ലാ പിന്തുണയും, അതായത് നേരത്തെ തന്നെ ഈ കുട്ടിയുടെ മുഴുവൻ ചികിത്സാ ചെലവും താൻ ഏറ്റെടുക്കുന്നു, താൻ വഹിക്കുമെന്ന കാര്യം ഉൾപ്പെടെ അറിയിച്ചിരുന്നു. അതിനു പിന്നാലെയാണ്, കുട്ടിയുടെ നില അതീവ ഗുരുതരമായി മാറിയതിന് പിന്നാലെയാണ് അല്ലു അർജുന്റെ പിതാവ് അല്ലു അരവിന്ദ് ഇന്ന് കിംസ് ആശുപത്രിയിലെത്തി ഈ കുട്ടിയെ സന്ദർശിച്ചത്. അതോടൊപ്പം തന്നെ ഡോക്ടർമാരോട് നിലവിലെ കുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച് സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഒരു പ്രതികരണം നടത്തി. അതിലും നേരത്തെ അല്ലു അർജുൻ പറഞ്ഞ കാര്യം തന്നെയാണ് അല്ലു അരവിന്ദും നിലവിൽ പ്രതികരിച്ചിട്ടുള്ളത്. നിയമ നടപടികൾ പുരോഗമിക്കുന്നതുകൊണ്ടാണ് അല്ലു അർജുൻ ആശുപത്രിയിലേക്ക് എത്താത്തത്. അതിനുശേഷം ഈ കുട്ടിയെ വന്നു കാണും, ഈ കുട്ടിയുടെ കുടുംബത്തിന് എല്ലാവിധ പിന്തുണയും നൽകും എന്ന് അല്ലു അർജുന്റെ പിതാവും ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഡോക്ടർമാർ അറിയിക്കുന്നതനുസരിച്ച് അതീവ ഗുരുതരം തന്നെയാണ് കുട്ടിയുടെ സ്ഥിതി. തലച്ചോറിനാണ് കാര്യമായിട്ടുള്ള ചികിത്സ, വിദഗ്ധ ചികിത്സ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തലച്ചോറിൽ തകരാർ സംഭവിച്ചിട്ടുണ്ട്. അത് ഏറെക്കാലം ചികിത്സ ആവശ്യമുള്ള ഒരു പ്രക്രിയയാണ് എന്നതാണ്. അതായത് കുട്ടി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സമയമെടുക്കും എന്ന് തന്നെയാണ് ഡോക്ടർമാർ എന്തായാലും പറയുന്നത്. വളരെ പ്രതീക്ഷയോടെ എന്തായാലും കുട്ടി തിരിച്ചു വരും എന്ന ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് ഉള്ളത്. അതിനിടെയാണ് അല്ലു അർജുന്റെ പിതാവ് ആശുപത്രിയിലെത്തി കുട്ടിയെ സന്ദർശിച്ചത്. ഓക്കെ, താങ്ക് യു. അരുൺ പൂപ്പറമ്പയാണ് ടെലിഫോണിൽ ഉണ്ടായിരുന്നത്. എന്തായാലും ആ കുട്ടിയുടെ ആരോഗ്യ അവസ്ഥ വളരെ മാറ്റമില്ലാതെ തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആ കുട്ടി വേഗം സുഖം പ്രാപിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഒരുപാട് പ്രേക്ഷകർ ചില കമൻറ്റുകളൊക്കെ ഇടുന്നു. ചില ആളുകളൊക്കെ പറയുന്നു അത് പെട്ടെന്ന് വായിച്ചു കഴിഞ്ഞാൽ, ലെയ്ജു പറയുന്നത് വായിച്ചിരുന്നെങ്കിൽ നന്നായിനെന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ കുറേ നേരമായി മെസ്സേജ് അയക്കുന്നു, അതൊന്ന് കാണണമെന്നാണ് പറയുന്നത്. ഇന്ന് കോടതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്തു. ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനത്തിന് ഇപ്പോൾ പണം ആവശ്യപ്പെടുന്നത് എന്തിനാണെന്ന് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി ഇന്ന് ചോദിച്ചു. 2016-17 വർഷങ്ങളിലെ എയർലിഫ്റ്റിംഗ് ചാർജുകൾ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് തൊട്ടുപിന്നാലെ ആവശ്യപ്പെട്ടത് തങ്ങളെ അത്ഭുതപ്പെടുത്തുന്നുവെന്ന് കോടതി ഇന്ന് അഭിപ്രായപ്പെട്ടു. കോടതി നിർദ്ദേശപ്രകാരം കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിക്ക് കണക്കുകൾ നൽകിയെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ ഇന്ന് അറിയിച്ചു. ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനത്തിന് 132 കോടി രൂപ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതിനെതിരെയാണ് ഹൈക്കോടതി ചോദ്യങ്ങൾ ഉയർത്തിയത്. 2016-17 വർഷങ്ങളിലെ ദുരന്തങ്ങളുടെ എയർലിഫ്റ്റിംഗ് ചാർജുകൾ എന്തിനാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്? വയനാട് ദുരന്തത്തിന്റെ സഹായ ആവശ്യം മുന്നിലുള്ളപ്പോഴാണ് ഇത്. ഇത്രയും വർഷം കാത്തിരുന്നല്ലോ, അടുത്ത 6 മാസമെങ്കിലും കാത്തിരുന്നിട്ട് തുക ചോദിച്ചാൽ പോരെയെന്നും കോടതി ചോദിച്ചു. വയനാട് ദുരന്തത്തിന് തൊട്ടുപിന്നാലെ കേന്ദ്രം ഇക്കാര്യം ആവശ്യപ്പെട്ടത് അത്ഭുതപ്പെടുത്തുന്നുവെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം പണം റീഇംബേഴ്സ് ചെയ്യുമെന്ന് കേന്ദ്രം ഇതിന് മറുപടി നൽകി. പിന്നാലെ ഇക്കാര്യത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനിടെ 181 കോടി SDRF-ൽ ഉണ്ടെങ്കിലും മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താതെ വിനിയോഗം സാധ്യമല്ലെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. ദുരന്ത നിവാരണ ചട്ടങ്ങളിൽ അനിവാര്യമായ ഇളവുകൾ നൽകുന്നത് കേന്ദ്ര സർക്കാർ പരിഗണിക്കണമെന്ന് ഹൈക്കോടതിയും നിർദ്ദേശിച്ചു. നേരത്തെയുള്ള കോടതി നിർദ്ദേശപ്രകാരം കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിക്ക് കണക്കുകൾ സംബന്ധിച്ച കത്ത് നൽകിയെന്ന് സംസ്ഥാന സർക്കാർ അറിയിക്കുകയുണ്ടായി. എന്നാൽ കത്ത് ഔദ്യോഗികമായി കിട്ടിയിട്ടില്ലെന്നായിരുന്നു കേന്ദ്രത്തിന്റെ മറുപടി. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. അതിരപ്പള്ളിയിലെ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. വെറ്റിലപ്പാറ 15 മുണ്ടമ്മാണിക്ക് സമീപമാണ് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയത്. അവിടെ നമ്മുടെ വാർത്താ സംഘം ഉണ്ട്. ജനങ്ങൾക്ക് വല്ലാത്ത ഭീതി പടർത്തിയാണ് കാട്ടാനകൾ അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. വൈകുന്നേരമായ കാട്ടാനകളുണ്ട്. സുരേഷ് സജി, എന്താണ് വിവരങ്ങൾ? അവിടെ ജനങ്ങൾക്ക് ഭീതി ഉണ്ടാക്കുന്ന കാട്ടാനയുടെ സാന്നിധ്യമുണ്ടോ? SK അതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ സമീപമുള്ള പ്രധാന പാതയാണ്. ആ പാതയിൽ നിന്ന് 2 കാട്ടാനകളാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് വഴിമുറിച്ച് കടന്നതാണ്. അതേ സമീപത്തെ എണ്ണപ്പനത്തോട്ടത്തിൽ കാട്ടാനകൾ നിലയുറപ്പിച്ചിരിക്കുന്നതാണ്. എണ്ണപ്പന കുത്തിമറിച്ചിട്ട് കാട്ടാനകളെ എണ്ണപ്പന ഭക്ഷിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അതായത് ജനവാസ മേഖലയിൽ തീർത്തും ഇവിടെ വീടുകളുണ്ട്, നിരവധി ഹോട്ടലുകളുണ്ട്. അവിടെ നിന്നാണ് ഈ കാട്ടാനക്കൂട്ടം ഇപ്പോൾ ഇറങ്ങി വന്നത്. ആ കാട്ടാന ഇപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്ന 2 കാട്ടാനകളാണ്. അതിന് ഇടത്തുവശത്തും അറിയും വലിയ ഒരു കാട്ടാനക്കൂട്ടം തന്നെ. അതിന് ഇടത്തുവശത്തും
ദൃശ്യങ്ങളിലേക്ക് പോയാൽ അതിന് ഇടതുവശത്തും കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് ഈ പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ അടക്കം നമ്മൾ പോയ മേഖലയിൽ അവിടെ ഒരു ഒറ്റയാനായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഒരു കാട്ടാനക്കൂട്ടം. ഇത് ഇവിടെ നിന്നല്ലേ ചേട്ടാ, ജനവാസ മേഖലയിൽ നിന്നല്ലേ ഇറങ്ങിപ്പോയത്? ഇപ്പൊ ഇറങ്ങിപ്പോയിട്ട് ഇപ്പൊ റോഡ് ക്രോസ് ചെയ്ത് കടന്നു പോയതാണ്. എല്ലാ ദിവസവും ഇതാണ് നമ്മുടെ അവസ്ഥ. ദിവസം എങ്ങനെയാണ്? ഇപ്പൊ ഇന്നലെ രാത്രി ഒരു 1 മണിക്ക് ഇവിടെ വന്നിട്ട് രാവിലെ ഒരു 7 മണിയായപ്പോഴാണ് ഇവിടുന്ന് കടന്നു പോയത്. 9 മണി നേരത്തെ ഇവിടെ വന്നിട്ട് 2 പന മറിച്ചിട്ട് ഇവിടെ തിന്നുമായിരുന്നു. ഈ ചാലക്കുടി പുഴ കടന്ന ആന എത്തും, പക്ഷെ ആ ആനയെ തുരത്താൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ല. വനംവകുപ്പുകാരെ ഞാൻ ഇന്നലെ അവരെ ഒരു 2 മണിക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളിവിടെ ഇല്ല, സ്റ്റേഷനിലേക്ക് വിളിച്ച് പറയും, അവിടെ നിന്ന് വേറെ ആയാലും വരാൻ പറയാൻ പറഞ്ഞു. അവർ പിന്നെ വന്നിട്ടില്ല. അവർ ഇവിടേക്ക് ഇന്നിപ്പോൾ ഒരു 7 മണിയായപ്പോൾ ഇവിടെ വന്ന് ടോർച്ച് അടിച്ചിട്ട് അവരോട് പോയി. പിന്നെ ഇപ്പോഴും വന്നിട്ടില്ല. എസ്കേൻ, ഇത് തന്നെയാണ്. അതായത് നമ്മൾ ഇന്ന് പകൽ മുഴുവൻ ഈ വാർത്തയിൽ അതിരപ്പള്ളി ജനതയുടെ ആശങ്ക പങ്കുവച്ചതാണ്. അത് എത്രത്തോളം ഉണ്ട് എന്ന് പ്രേക്ഷകരിലേക്ക് നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ രാത്രി ഈ അതിരപ്പള്ളി മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഈ മേഖലയിൽ ക്യാമ്പ് ചെയ്യാൻ തീരുമാനിച്ചത്. അതായത് എസ്കേൻ, ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇവിടെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന അവിടെ 2 ആനകളുണ്ട്. അതോടൊപ്പം തന്നെ അടുത്ത് ഒന്ന് നമ്മുടെ ക്യാമറമാൻ ഒന്ന് ക്യാമറ പാൻ ചെയ്യുകയാണെങ്കിൽ അവിടെയുമുണ്ട് ആനക്കൂട്ടം. അതായത് ഈ ആനകളെല്ലാം തന്നെ ജനവാസ മേഖലയിൽ നിന്ന് ഇറങ്ങി സമീപത്തെ എണ്ണപ്പനത്തോട്ടത്തിലേക്ക് ഇപ്പോൾ മാത്രം എത്തിയതാണ്. അതുവരെ ഈ ജനവാസ മേഖലയിലാണ് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ എസ്കേൻ, കൃത്യമായി ഈ ആനകളെ തിരിച്ചറിയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആനകളുടെ സഞ്ചാരപാത കണ്ടെത്തുന്നതിന് വേണ്ടി വനംവകുപ്പിന് കഴിയേണ്ടതുണ്ട്. ഈ ചാലക്കുടി പുഴ, അതായത് ഇപ്പോൾ ഈ ആനകൾ നിൽക്കുന്നതിനപ്പുറത്ത് ചാലക്കുടി പുഴയാണ്. ഈ പുഴ കടന്ന് വനത്തിനകത്തേക്ക് ആനയ്ക്ക് പ്രവേശിക്കാം. അവിടെ നിന്ന് ഈ വനത്തിൽ നിന്ന് ഇറങ്ങി ചാലക്കുടി പുഴയും കടന്ന് ഈ എണ്ണപ്പനത്തോട്ടവും കടന്നാണ് ഈ ആന ജനവാസ മേഖലയിലേക്ക് എത്തുന്നത്. അങ്ങനെയെങ്കിൽ ഈ എണ്ണപ്പനത്തോട്ടത്തിലേക്കെങ്കിലും ആന എത്തുന്ന സമയത്ത് ആ ആനയെ തുരത്താൻ വനംവകുപ്പിനായാൽ അത് ജനങ്ങൾക്ക് വലിയ ആശ്വാസമാകും. പക്ഷേ അത്തരമൊരു നടപടി ഈ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രദേശവാസികളടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. പലപ്പോഴും ഈ കാട്ടാനാക്രമണം ഉണ്ടാകുന്ന സമയത്ത് സൗരോർജ്ജ വേലി അടക്കം സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. പക്ഷേ ആ പ്രഖ്യാപനമായി മാത്രം അത് ഒതുങ്ങുന്നു. അതിനപ്പുറത്തേക്ക് ഇതിനൊരു ശാശ്വത പരിഹാരം കാണുന്നതിന് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കടക്കം അല്ലെങ്കിൽ ജനപ്രതിനിധികൾക്കടക്കം കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവരെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്. അത് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുന്ന കുറച്ചുകൂടി വ്യക്തമായി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എന്നറിയാം. ഏത് നിമിഷം വേണമെങ്കിലും ഈ ജനവാസ മേഖലയിലേക്ക് ഈ കാട്ടാന കയറി വരാനുള്ള സാധ്യതകളുണ്ട്. ഒരു എണ്ണപ്പന കുത്തിമറിക്കുന്നതാണ് എസ്കേൻ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഒരു എണ്ണപ്പന കുത്തിമറിക്കാൻ വേണ്ടി ആ ആന ശ്രമിക്കുന്നതാണ്. കുത്തിമറിക്കാൻ ശ്രമിച്ചു 2-3 തവണ അതിൽ കുത്തുന്നുണ്ട്. പക്ഷെ അത് മറയ്ക്കാൻ കഴിയുന്നില്ല. ആന വീണ്ടും മുന്നോട്ട് നീങ്ങുകയാണ്. അങ്ങനെ വലിയ ആശങ്ക ഈ അതിരപ്പള്ളി ജനതയെ സംബന്ധിച്ചുണ്ട്. വെറ്റിലപ്പാറ 14-ലാകട്ടെ 15-ലാകട്ടെ അവിടെയെല്ലാം ഈ കാട്ടാനക്കൂട്ടം നിരന്തരം നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യം. ജനവാസ മേഖലയിൽ ഇറങ്ങി വീട്ടുമുറ്റത്ത് വന്ന് ആന ശബ്ദമുണ്ടാക്കുന്നു, കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നു, കൃഷി നശിപ്പിക്കുന്നു. എല്ലാം കൊണ്ടും പൊറുതിമുട്ടിയ ഒരു ജനതയാണ്. നിസ്സഹായാവസ്ഥയിലായിരിക്കുന്ന ഒരു ജനക്കൂട്ടം. ആ ജനക്കൂട്ടത്തിന്റെ ദുരിതത്തിന്റെ നേർചിത്രമാണ് എസ്കേൻ നമ്മളിപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. സൂരജ് സജി എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞ ഒരാൾ അവിടെ സൂരജിനെ കണ്ടോ? എസ് കെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വെറ്റിലപ്പാറ 14-ലാണ്. നമുക്കൊരു 5 മിനിറ്റിനകം തന്നെ ആ ജയകുമാർ എന്ന ആളെ നമുക്ക് ഈ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ കഴിയും. എസ് കെ, ഈ കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റയാളാണ് ഈ അതിരപ്പള്ളിയിലെ ജയകുമാർ. നമ്മളോടൊപ്പം നമ്മുടെ പ്രതിനിധി റൂബിൻ കൂടി ചേരുകയാണ്. റൂബിൻ, എന്താണ് ജയകുമാറിന് എന്തായിരുന്നു സംഭവിച്ചത്? ജയകുമാർ തുമ്പൂർമുഴി ഗാർഡനിലെ ഒരു ജോലിക്കാരനായിരുന്നു. അദ്ദേഹം ഭാര്യയും കൂടെ വീട്ടിലേക്ക് വരുന്ന സമയത്താണ് തുമ്പൂർമുഴിയിൽ വെച്ചിട്ട് ഒരു വളവ് തിരിഞ്ഞു വരുമ്പോൾ അവിടെ കാട്ടാന നിൽക്കുകയായിരുന്നു. ഇവർ കണ്ടില്ല, പെട്ടെന്ന് വന്ന് ആക്രമിക്കുകയും കാട്ടാനയുടെ കാലിൻ്റെ ഇടയിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടിയാണ് അന്ന് രക്ഷപ്പെട്ടത്. ഗുരുതരമായ പരിക്കേറ്റ് ഒരുപാട് നാൾ കിടക്കയിൽ കിടക്കേണ്ട സ്ഥിതിയായിരുന്നു. ആളുടെ നേർചിത്രം നമ്മൾക്ക് പോയി എടുക്കാൻ കഴിയും. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. നമുക്ക് എന്തായാലും അല്പസമയത്തിനകം ഈ ജയകുമാറിനെ കൂടി നമ്മുടെ ഈ ലൈവിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ജനവാസ മേഖലയോട് ചേർന്ന് തന്നെ ഇപ്പോഴും ഈ കാട്ടാനക്കൂട്ടം തമ്പടിച്ചിരിക്കുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അതിനെ നിരീക്ഷിക്കുന്നതിനോ അല്ലെങ്കിൽ അതിനെ ഇവിടെ നിന്ന് തുരത്തുന്നതിനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സൂരജ് സജിയാണ് വെറ്റിലപ്പാറയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. അതിരപ്പള്ളി വെറ്റിലപ്പാറ ഭാഗങ്ങളിൽ ജനവാസ മേഖലയിൽ കാട്ടാന ശല്യം കൂടിയെന്ന ജനങ്ങളുടെ പരാതിയിൽ നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കാൻ പോയതാണ് നമ്മുടെ വാർത്താ സംഘം. അവരവിടെ തുടരുകയാണ്. പ്രൈം ടൈം തുടരുകയാണ്. കുട്ടികളുടെ സന്ദേശം വീണ്ടും വന്നിരിക്കുന്നു. അവർ പറയുന്നു, ഈ +2 കുട്ടികളെ നേരത്തെ സന്ദേശം അയച്ചവർ പറയുന്നു, സാർ രക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, ഒന്ന് സംസാരിക്കൂ. +2 ഫൈനൽ പരീക്ഷയുടെ ടൈം ടേബിൾ ശരിയല്ല, പരീക്ഷകൾ തമ്മിൽ ഗ്യാപ്പില്ലെന്നാണ് കുട്ടികൾ പറയുന്നത്. എന്തായാലും അതിൻ്റെ ടൈം ടേബിളൊക്കെ ആയിപ്പോയില്ല. ഇനി നമ്മൾ എന്ത് ചെയ്താലും ആ പരീക്ഷയുടെ ടൈം ടേബിൾ മാറാൻ പോകുന്നുണ്ട്. നിങ്ങൾ സമാധാനത്തോടെ പഠിച്ചോളൂ, കുഴപ്പമില്ല. ഈ പരീക്ഷയൊന്നും അത്ര വലിയ പ്രശ്നമാകില്ല. ഞാനല്ലേ പറയുന്നത്, ധൈര്യമായിട്ട് പോയി പരീക്ഷ എഴുതുക, ഗ്യാപ്പൊന്നും വേണ്ട, നീ ഉള്ള ഗ്യാപ്പ് വെച്ച് തകർക്കാം, പൊളിക്കേ. ഇനി മറ്റൊരു വാർത്തയിലേക്ക്.
വയനാട് കൂടൽക്കടവിൽ ആദിവാസിയായ മധ്യവയസ്കനെ കാറിനൊപ്പം വലിച്ചഴച്ച കേസിൽ ഒളിവിൽ പോയ 2 പ്രതികൾ പിടിയിലായി. 2 പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞു. പനമരം സ്വദേശികളായ വിഷ്ണു, നബീൽ കമർ എന്നിവരാണ് ഇപ്പോൾ പിടിയിലായത്. കേസിൽ 2 പേരെ നേരത്തെ പോലീസ് പിടിച്ചിരുന്നു. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും ടെലഫോണിൽ. സുർജിത്ത്, എപ്പോഴാണ് ഇവരെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞത്? SKN ഇവർ കീഴടങ്ങിയതാണോ അതോ പോലീസ് പിടികൂടിയതാണോ എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. SMS ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നിലവിൽ ഇപ്പോൾ ഇതുമായി വന്നിട്ട് കേസ് നോക്കുന്നത്. അത്തരത്തിൽ എവിടെ വെച്ചാണ് ഇവർ പിടിയിലായതെന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും 2 പേരും പിടിയിലായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന കൃത്യമായ വിവരം. അതായത് പനമരം സ്വദേശികളാണ് ഈ 2 പേരും, നബീൽ കമർ അതോടൊപ്പം വിഷ്ണു. ഈ 2 പേരാണ് ഈ കേസിലെ 2 പ്രതികൾ. നേരത്തെ 2 പേരെ പിടികൂടിയിരുന്നു. ആ പിടികൂടിയത് അഭിരാം അതോടൊപ്പം തന്നെ അർഷിക് എന്നീ 2 പ്രതികളെയാണ് നേരത്തെ പിടികൂടിയത്. അവർ ബാംഗ്ലൂരിൽ നിന്ന് കൽപ്പറ്റയിലേക്ക് വരുന്ന വഴി ബസ്സിൽ നിന്നാണ് പിടികൂടിയത്. ഇതിനുശേഷം ഇവരെ 10 ദിവസത്തേക്കാണ് കോടതി റിമാൻഡ് ചെയ്തത്. ഈ മാസം 26 വരെയാണ് മാനന്തവാടി കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഈ മറ്റുള്ളവർക്കായി പോലീസ് അന്വേഷണം വ്യാപകമാക്കിയിരുന്നു. പ്രത്യേകിച്ച് ഇവർ സംസ്ഥാനം വിടാനുള്ള സാധ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന് സംശയമുണ്ടായിരുന്നു. പോലീസ് വിവിധ സ്ക്വാഡുകളായി ഇവർക്ക് വേണ്ടി തിരച്ചിൽ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഇവർ 2 പേരും പിടിയിലായിരിക്കും എന്നുള്ള വിവരം പുറത്തു വരുന്നത്. ഇതിൽ ഈ കാറ് ഈ കൂടൽക്കടവ് പ്രദേശത്ത് ഈ 4 പേരും 4 സംഘം ഒരു കാറിൽ എത്തുകയായിരുന്നു. അതിനുശേഷം അവർ ഈ അവിടുത്തെ പുഴയിൽ, അതായത് മാനന്തവാടി പുഴയും അതോടൊപ്പം തന്നെ പനമരം പുഴയും ചേരുന്ന കൂടൽക്കടവ് എന്ന് പറയുന്ന പ്രദേശം കബനിപ്പുഴ തുടങ്ങുന്ന മേഖലയാണ്. അവിടെ ഒരു അത്യാവശ്യം ടൂറിസം എല്ലാം തന്നെ ഉള്ള കേന്ദ്രമാണ്. അവിടേക്ക് എത്തി ഇവർ കുളിച്ചു. അതിനുശേഷം ഇവർ മദ്യപിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചില വാക്കുതർക്കവും സംഘർഷത്തിന്റെ വക്കിലേക്ക് കാര്യങ്ങളെത്തി. ഇത് കണ്ടുകൊണ്ടാണ് മാതൻ എന്നുള്ള ആദിവാസി വിഭാഗത്തിൽ ഉൾപ്പെട്ട ആൾ അവിടേക്ക് എത്തുന്നത്. അതിനുശേഷം അവർ ഏറെ നേരം വാക്കേറ്റമുണ്ടായി. അതിനെ തുടർന്ന് ഈ കാർ എടുത്തു പോകുന്നതിനിടയിലാണ് മാതനെ വലിച്ചഴച്ചു കൊണ്ടുപോകുന്ന ആ ദൃശ്യം പുറത്തു വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് വേണ്ടി ഈ ദൃശ്യം പുറത്തു വന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള തെരച്ചിൽ ഇവർക്ക് വേണ്ടി പോലീസ് നടത്തിയിരുന്നു. ഇതിനിടയിലാണ് 2 പേരെ നേരത്തെ പിടികൂടാൻ കഴിഞ്ഞത്. ഇതിനുശേഷം ഈ മറ്റു 2 പേർക്ക് വേണ്ടി പോലീസ് അന്വേഷണം തുടരുകയായിരുന്നു. ഇതിന് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അത് ദലിത് അട്രോസിറ്റി അടക്കമുള്ള കേസ് കുറ്റം ചുമത്തിക്കൊണ്ട് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത്. എന്തായാലും ഈ 4 പ്രതികളെ ഇപ്പോൾ പോലീസ് പിടിച്ചു കഴിഞ്ഞു. രജനി പറഞ്ഞ മാതന്റെ വിഷയം ലോകം അറിഞ്ഞതുകൊണ്ട് നടപടിയായി. എത്രയോ പേർ ഇതുപോലെ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. അപ്പോൾ ഇനി ഇത്രയും മാധ്യമങ്ങളൊക്കെ തള്ളിക്കയറുന്ന ഒരു കാലത്ത് ഈ പീഡനങ്ങളൊക്കെ പുറത്തു വരും. ഇനി ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഇനി തിരുവനന്തപുരത്ത് നടക്കുന്ന രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിലെ ഒരു അതിജീവനത്തിൻ്റെ കഥയിലേക്ക്. സിനിമ അതിജയിച്ചവരുടേത് കൂടിയാണെന്ന് ഈ കഥ നമ്മളെ ബോധ്യപ്പെടുത്തും. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ വേദിയും അവരെ ചേർത്ത് പിടിക്കും. തലയിലും മുഖത്തും 680 സ്റ്റിച്ചുകളുമായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഈ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൻ്റെ വേദിയിൽ ഉണ്ട്. സിനിമാ കഥ വെല്ലുന്ന ഒരു സിനിമാക്കാരൻ്റെ അതിജീവനത്തിൻ്റെ കഥ കൂടിയാണിത്. 2017 ജനുവരി 6 വൈകുന്നേരം 5:30 സാംലാൽ പി തോമസ് എന്ന ചെറുപ്പക്കാരന്റെ ജീവിതത്തിലേക്ക് ഇരുട്ട് പടർന്നത് അന്നാണ്. വയനാട് മാനന്തവാടിയിൽ വെച്ച സാംലാൽ സഞ്ചരിച്ച ബൈക്കിലേക്ക് മരണത്തിന്റെ ദൂതുമായി വന്ന ജീപ്പ് ഇടിച്ചു കയറി. കണ്ടവർ മരിച്ചെന്ന് പറഞ്ഞു. ശേഷിച്ച ജീവന്റെ തുടിപ്പുമായി ആശുപത്രി കിടക്കയിൽ മാസങ്ങൾ. ഹെൽമറ്റ് വെച്ചിരുന്നെങ്കിലും പരുക്കത്രയും തലയിലും മുഖത്തുമായിരുന്നു. കണ്ണിന് സ്ഥാനമാറ്റം സംഭവിച്ചു. ആ മുഖത്തും തലയിലുമായി 680 തുന്നലുകളാണ് വേണ്ടിവന്നത്.
ആക്ച്വലി ഞാൻ ജീപ്പിനെ മുമ്പൊന്ന് കാണുന്നുണ്ടായിരുന്നു, പിന്നെ ഒന്നും ഓർമ്മയില്ല. അത് അന്ന് കാര്യമായിട്ടുള്ള പരിക്കുണ്ടായിരുന്നു. എനിക്ക് തലയ്ക്കായിരുന്നു കൂടുതലായിട്ട് പരിക്കുണ്ടായിരുന്നത്. എൻ്റെ കണ്ണ് പ്രശ്നം, 2 കണ്ണും പ്രശ്നമായിരുന്നു. അതിലൊരു കണ്ണ് കുറച്ച് വെളിയിലേക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് സെറ്റ് ചെയ്തതാണ്. ഹെഡിനാണ് കൂടുതലും ആക്സിഡൻറ്റ് ഉണ്ടായത്. ഏകദേശം ഒരു 600-ന് മുകളിൽ സ്റ്റിച്ചുണ്ട് മുഖം മൊത്തം. ഇപ്പോൾ പ്ലാസ്റ്റർ ചെയ്തതാണ്, പ്ലാസ്റ്റിക് സർജറിയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. മുഖത്തൊരു 16ഓളം സ്ക്രൂ ഉണ്ട് ഇപ്പോൾ. ഒപ്പമുണ്ടായിരുന്നവരെ പോലും അത്ഭുതപ്പെടുത്തി സാംലാൽ പതിയെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. പക്ഷേ കാഴ്ച നഷ്ടപ്പെട്ടു. ഛായാഗ്രഹകനായിരുന്ന സാംലാലിന് കാഴ്ചയില്ലാത്ത ജീവിതം ചിന്തിക്കാവതായിരുന്നില്ല. ക്യാമറ കണ്ണിലൂടെ ജീവിതം കണ്ട മനുഷ്യന് 1 കൊല്ലം കാണാനായത് ഇരുട്ട് മാത്രം. ജീവിതത്തിലേക്ക് വെളിച്ചം പതിയെ എത്തിയെങ്കിലും ഒന്നും പഴയതുപോലെയായില്ല. കണ്ണ് തീരെ കാണാണ്ട് ഏകദേശം ഒരു വർഷത്തോളം ബ്ലൈൻഡായിരുന്നു, കണ്ണ് കാണാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് സിനിമ എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. സിനിമ ചെയ്യണം എന്നാണ്, സിനിമയാണ് എൻ്റെ അന്നം എന്ന് വേണേൽ പറയാം. അപ്പം അതായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ടെൻഷനായതും വിഷമമായതും. രണ്ടാമത് പിന്നെ മെല്ലെ മെല്ലെ കണ്ണ് കാണാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഭയങ്കര വെളിച്ചവും പിന്നെ ഒരാളെ തന്നെ ഒരു 6-7 ആയിട്ടാണ് കാണുക. അപ്പോൾ പിന്നെ കൂടുതൽ ടെൻഷനായി, ഇതിന് വേറെ എന്തെങ്കിലും ആവുമോ എന്നുള്ളൊരു പേടിയൊക്കെ ആയിരുന്നു. പക്ഷെ അത് പിന്നീട് രണ്ടാമത് ചെറുതായി വന്ന് പിന്നെ കളറൊക്കെ കാണാനായി. ഒരു ബ്ലൈൻഡ് അനുഭവിക്കുന്ന ഒരു ബ്ലൈൻഡായിട്ടുള്ള ഒരാളുടെ ബുദ്ധിമുട്ട് ശരിക്കും ഞാൻ അനുഭവിച്ചതാണ്. അവിടെ നിന്നാണ് സാംലാലിൻ്റെ അതിജീവനം. കൂട്ടുകാർക്ക് പോലും തിരിച്ചറിയാനാവാതെ പോയ മുഖം പ്ലാസ്റ്റിക് സർജറിയിലൂടെ വീണ്ടെടുത്തു. ജീവിതം അപാരമായ ഇച്ഛാശക്തിയിലൂടെയും. ഇന്ന് IFFK വേദിയിൽ അഭിമാനത്തോടെ തലയുയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഈ ചെറുപ്പക്കാരൻ മറ്റാരുമല്ല. മലയാള സിനിമയുടെ പ്രൗഢി ദേശീയ പുരസ്കാര വേദിയിൽ വരെ എത്തിച്ച ആളൊരുക്കമെന്ന സിനിമയുടെ ഛായാഗ്രാഹകൻ സാംലാൽ P. തോമസ്. ആരോഗ്യ പ്രശ്നങ്ങളുള്ള കാലത്ത് തന്നെയാണ് ആളൊരുക്കത്തിന് സാംലാൽ ക്യാമറ ചലിപ്പിച്ചത്. അപകടത്തിന് മുൻപ് സ്വതന്ത്ര ക്യാമറാമാൻ എന്ന നിലയിൽ ഒരു സിനിമ ചെയ്തിരുന്നു. ആളൊരുക്കത്തിന് ശേഷം അവസരങ്ങൾ അനവധി തേടിയെത്തി. അവാർഡുകൾ പലത് ലഭിച്ചു. പക്ഷേ സാംലാലിൻ്റെ അതിജീവന കഥ അധികമാരും അറിഞ്ഞില്ല, പറഞ്ഞതുമില്ല. മുൻപ് കണ്ടവരെ പോലും ഇനി കാണാൻ കഴിയില്ലെന്നൊരു ദശാസന്ധി. അവിടെ നിന്നാണ് സാംലാൽ രാജ്യം മുഴുവൻ കണ്ട് കൈയടിച്ചൊരു സിനിമയുടെ പിന്നിലെ കരുത്തായത്. കാരണം സിനിമ സ്വപ്നം കാണുന്നവരുടേതാണ്. ക്യാമറാമാൻ വിപിൻ വേളിക്കൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം. സാംലാലിന് ഇങ്ങനെ ഒരു കഥയുണ്ടെന്ന് നമ്മൾ ഇപ്പോഴാണ് പ്രേക്ഷകരും നമുക്കൊക്കെ മനസ്സിലാകുന്നത്. ആ മനുഷ്യനാണോ ഈ നിൽക്കുന്നതെന്ന് പോലും പ്രേക്ഷകർ ഇപ്പോൾ ചോദിക്കുക. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കഥയാണ് ഈ മനുഷ്യൻ്റെ, ഈ ക്യാമറമാൻ്റെ പിന്നിലുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പ്രൈം ടൈമിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ വാർത്താ സംഘം ഇപ്പോൾ അതിരപ്പള്ളിയിലുണ്ട്. നമ്മുടെ ജയകുമാർ അതിരപ്പള്ളി യൂട്യൂബിലൂടെ പറഞ്ഞില്ലേ, കുറച്ച് കാര്യങ്ങൾ എന്നോട് പറയാനുണ്ടായിരുന്നു, ഞാൻ നോക്കാമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം ജയകുമാർ അതിരപ്പള്ളി സന്ധിക്കാൻ കഴിഞ്ഞു നമ്മുടെ വാർത്താ സംഘത്തിന്. അവർ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ജയകുമാർ, സന്തോഷം. താങ്കൾക്കും ഭാര്യയ്ക്കും ഈ കാട്ടാനയുടെ ആക്രമണം നേരിടേണ്ടി വന്നുവെന്ന് താങ്കൾ പറഞ്ഞു. എന്നായിരുന്നു ഈ സംഭവം? ഇത് നമ്മൾ 2022 ഏപ്രിൽ 15-ാം തീയതി ആയിരുന്നു. താങ്കൾ എങ്ങോട്ട് പോവുകയായിരുന്നു? 2 വർഷം മുമ്പ്. എന്തായിരുന്നു ആ സംഭവം? ഞങ്ങൾ അവിടെ നിന്ന് തുമ്പൂർമൊഴി ഭാഗത്തുനിന്ന് വീട്ടിലേക്ക് വരികയായിരുന്നു. അപ്പോൾ തുമ്പൂർമൊഴി ഗാർഡൻ്റെ ഗേറ്റ് കടന്നുള്ള അടുത്ത വളവിലാണ് സംഭവിച്ചത്. അവിടെ ഒരിക്കലും അങ്ങനെ ഉണ്ടാവാറില്ല. ഞങ്ങൾ സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്ന പ്രദേശമാണ്. പക്ഷേ അത് അന്ന് നിർഭാഗ്യവശാൽ ചെറിയ ചാറ്റൽ മഴയുണ്ട്. ഒരു 7 മണിയായിരുന്നു. സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പെടുന്നതിന് ഈ ആന മുന്നിൽ പെടുമായിരുന്നു. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ആക്റ്റീവായി ഞങ്ങൾ വന്നിരുന്നത്. അപ്പോൾ കാര്യമായിട്ട് എന്തെങ്കിലും പരിക്ക് പറ്റിയോ? അങ്ങനെ അവിടെ വെച്ച് ആന തൊട്ടടുത്തെത്തി. അന്ന് ഞങ്ങളുടെ 2 പേരുടെയും കാല് ഒടിഞ്ഞിരുന്നു. എല്ല് പുറത്തേക്ക് വന്നു. കുത്തല്ല, നമുക്കത് അപ്പോൾ ബ്ലാങ്കാണ്. ആ സമയത്ത് ഒരു 5 സെക്കൻഡ് നമ്മൾ തൊട്ടടുത്ത് എത്തിയപ്പോൾ അത് ഭയങ്കരമായിട്ട് ചിഹ്നം വിളിച്ചതോടുകൂടി നമ്മുടെ നാടൻ ഭാഷയിലൊക്കെ പറയില്ലേ, നമ്മുടെ കിളി പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഒരു കുറച്ച് നേരത്തേക്ക് ഞങ്ങൾക്ക് ബ്ലാങ്കായിരുന്നു. അപ്പോൾ പിന്നിലപ്പോഴേക്കും KSRTC വന്നു. KSRTC വന്നതോടുകൂടി വെളിച്ചമായി. പിന്നെ ഇവിടെ നിന്ന് ടൂറിസ്റ്റുകൾ വരുന്ന സമയമായിരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ
അവരും കൂടി വന്ന് ഇപ്പോൾ ഇവിടെ നിറയെ ആൾക്കാരായി. അങ്ങനെയാണ് ഞങ്ങൾ അപ്പോൾ ഏറ്റുമുടി ആന പോയി കഴിഞ്ഞിരുന്നു. ഭാര്യയാണോ കൂടെ ഉള്ളത്? ആന പോയി. എന്താ ഭാര്യയുടെ പേരെന്താണ്? ജയകുമാർ. സൈഡിലാണ് ഞങ്ങളുടെ അതെ ഷീജ. ആ ഓക്കെ. അപ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും അവർക്കാണ് കൂടുതൽ പറ്റില്ല. ഞങ്ങൾ ഒരു 6 മാസത്തോളം ഞങ്ങൾ അതെ അത് ഭാഗ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ചുമരുമിരുന്നേനെ. എത്ര മാസം ആശുപത്രി കിടന്നു? അന്നത്തെ എനിക്കാണ് ഞങ്ങൾ ഇല്ല അത്ര ഒരു ഞങ്ങൾ അവിടെ ആശുപത്രിയിൽ ഒരു 2 ആഴ്ചയെ ഞങ്ങൾ കിടന്നുള്ളൂ. അതിനുശേഷം വിശ്രമം വീട്ടിലായിരുന്നു. ഇപ്പോൾ എല്ലാം സുഖമായിരിക്കുന്നല്ലോ അല്ലേ? പിന്നെ ഇപ്പോഴും കാല് ശരിയായിട്ടില്ല. അത് അതെ സുഖമായിരിക്കുന്നു. എന്തായാലും കാട്ടാനെ ശ്രദ്ധിച്ചോളൂ. ആ ഭാഗത്ത് കാട്ടാന ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നറിയാൻ വേണ്ടിയാണ് താങ്കളുടെ മുന്നിൽ നിൽക്കുന്ന സൂരജ് സജി ആ വഴിക്ക് വന്നത്. ശ്രദ്ധിച്ചോളൂ, കെയർ എടുക്കുക. താങ്ക് യു. ഇനി ഇപ്പോൾ ഈ ചാലക്കുടി, അതിരപ്പള്ളി, വെറ്റിലപ്പാറ ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് കാട്ടാനയുടെ സാന്നിധ്യം പ്രശ്നമാകുമെന്ന് അറിഞ്ഞപ്പോഴാണ് നമ്മുടെ തൃശ്ശൂർ നിന്നുള്ള വാർത്താ സംഘം ഈ വെറ്റിലപ്പാറ ഭാഗത്തേക്ക് പോയതും ഈ കാട്ടാനയുടെ ദൃശ്യം നമുക്ക് പ്രേക്ഷകരെ കാണിക്കാൻ കഴിഞ്ഞതും. ഇനി 24-ന്റെ ക്യാമ്പയിൻ തലവയ്ക്കല്ലേ ഇത് തട്ടിപ്പാണ്. പതിവ് പോലെ വേഷമിട്ടത് മുംബൈ പോലീസിൻ്റെ രൂപത്തിൽ ചങ്ങനാശ്ശേരി സ്വദേശിയായ ഒരു ഡോക്ടറിൽ നിന്ന് പണം തട്ടാനുള്ള ഡിജിറ്റൽ അറസ്റ്റ്, വെർച്വൽ അറസ്റ്റ് എന്ന് പ്രഖ്യാപിച്ച സംഘത്തിൻ്റെ ശ്രമം പരാജയപ്പെട്ടു. ബാങ്ക് ജീവനക്കാരും പോലീസും സമയോചിതമായി ഇടപെട്ടു. അതുകൊണ്ട് മാത്രമാണ് ഈ തട്ടിപ്പുകാരെ പൊളിക്കാൻ കഴിഞ്ഞത്, പണം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു. ഇത്രയേറെ മുന്നറിയിപ്പുകൾ നൽകിയിട്ടും നമ്മൾ മലയാളികൾ വീണ്ടും ഈ വ്യാജന്മാരുടെ ചതിക്കുഴിയിൽ പെട്ടുപോകുന്നത് ഏറെ ലജ്ജാകരം. ഡിജിറ്റൽ ലോകം അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. രൂപവും ഭാവവും മാറി, അതിനൊപ്പം ഡിജിറ്റൽ തട്ടിപ്പുകളും വളരുകയാണ്. തലവയ്ക്കല്ലേ തട്ടിപ്പാണെന്ന് പലതവണ പറഞ്ഞിട്ടും മലയാളികൾ പാഠം പഠിക്കുന്നില്ല. ഓരോ നിമിഷവും നിരവധി തട്ടിപ്പുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഏറ്റവും ഒടുവിൽ ചങ്ങനാശ്ശേരി സ്വദേശിയായ ഒരു ഡോക്ടറെ വിർച്വൽ അറസ്റ്റിലാണെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് തട്ടിയെടുത്തത് 5 ലക്ഷത്തോളം രൂപയാണ്. പോലീസിന്റെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് ആ തട്ടിപ്പിൽ നിന്നും ഡോക്ടർക്ക് രക്ഷപ്പെടാനായത്. തിങ്കളാഴ്ച വൈകുന്നേരത്തോടെയാണ് ചങ്ങനാശ്ശേരി പെരുന്ന സ്വദേശിയായ ഡോക്ടർക്ക് മുംബൈ പോലീസിന്റെതെന്ന പേരിൽ വ്യാജ വാട്സപ്പ് കോൾ വന്നത്. ഇന്ത്യ പോസ്റ്റ് വഴി വന്ന പാഴ്സലിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് ആദ്യം പറഞ്ഞു. പിന്നീട് ഡോക്ടറുടെ ബാങ്ക് അക്കൗണ്ട് അന്താരാഷ്ട്ര മണി ലോണ്ടറിംഗിൽ ഉൾപ്പെട്ടെന്ന് ഭീഷണി. വിശ്വസിപ്പിക്കാൻ സുപ്രീം കോടതിയും RBIയും കേസെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് വ്യാജ കത്തും അയച്ചു. ഓൺലൈൻ വായ്പാ തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ പുതിയ ട്രെൻഡ് വിർച്വൽ അറസ്റ്റാണ്. സമൂഹത്തിലെ ഉന്നതരും വിദ്യാഭ്യാസ സമ്പന്നരുമാണ് ഈ തട്ടിപ്പിൽ കൂടുതലായും പെടുന്നത്. പുറത്തു പറയില്ല എന്ന ധൈര്യം തട്ടിപ്പുകാർക്ക് കൂടുതൽ ഊർജം പകരുകയാണ്. ഇദ്ദേഹം പാനിക്കായി. ഇദ്ദേഹം പറഞ്ഞു പിറ്റേ ദിവസം നിങ്ങൾക്ക് കോൾ വരുമെന്ന് പറഞ്ഞു. അദ്ദേഹം കോൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ കോൾ വന്നു. ആധാർ നമ്പർ അയച്ചു കൊടുത്തു. ആ ആധാർ നമ്പറിലുള്ള അതേ വിവരങ്ങൾ മാത്രമേ ഈ പറഞ്ഞ സുപ്രീം കോടതി ഓർഡറിലും RBIയുടെ ലെറ്ററിലും ഉള്ളൂ. അപ്പോൾ അതൊരു പ്ലെയിൻ റീഡിങ്ങിൽ തന്നെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ പോലീസിന് അലേർട്ട് ചെയ്യാമായിരുന്നു. ചങ്ങനാശ്ശേരി ടൗണിലെ SBI ബ്രാഞ്ചിലെത്തിയാണ് വിർച്വൽ അറസ്റ്റിലായ ഡോക്ടർ തട്ടിപ്പുകാർക്ക് പണം അയച്ചു നൽകിയത്. പാട്നയിലെ ഒരു അക്കൗണ്ടിലേക്ക് പണം അയച്ചപ്പോൾ തന്നെ ഉദ്യോഗസ്ഥർക്ക് ചില സംശയങ്ങൾ തോന്നി. തുടർന്ന് ഇന്റേണൽ മോണിറ്ററിംഗ് സംവിധാനത്തിൽ നിന്നും അലേർട്ട് കൂടി വന്നതോടെ പോലീസിനെ വിവരമറിയിച്ചു. ഇതാണ് ഈ കേസിൽ നിർണായക വഴിത്തിരിവായത്. ബ്രാഞ്ചിൽ ഇദ്ദേഹം ചെന്നപ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ രാവിലെ തന്നെ കുളിച്ചിട്ടോ വേഷം മാറിയിട്ടോ ഒന്നുമില്ല. ആൾ പാനിക്കാണെന്നുള്ളത് തന്നെ ഇവർക്കൊരു റെഡ് ഫ്ലാഗ് കിട്ടി. എന്നിരുന്നാലും അവിടുത്തെ അക്കൗണ്ട്സ് മാനേജർ ഒരു R. മീന എന്ന് പറയുന്ന ഒരു ലേഡിയും
അതുപോലെ ചീഫ് മാനേജർ രഞ്ജിത്ത് ആർ ബി. അപ്പോൾ ഇവർ ഇദ്ദേഹത്തോട് പറഞ്ഞു, ഈ ഒരു അക്കൗണ്ട് കണ്ടിട്ട് ഇതൊരു സസ്പീഷ്യസ് അക്കൗണ്ടായിട്ട് തോന്നുന്നുണ്ട്. ബീഹാറിൽ പാറ്റ്നയിലുള്ള ഒരു റിമോട്ട് ഏരിയയിലുള്ള ഒരു അക്കൗണ്ട് നമ്പറാണ് ഇദ്ദേഹം കൊടുത്തിരുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഇവർക്ക് സംശയം തോന്നിയിരുന്നു. എങ്കിലും ഇദ്ദേഹത്തെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഭയപ്പെടുത്തിയിരിക്കുന്നത് പ്രകാരം ഇദ്ദേഹം പറഞ്ഞു, അത് കുഴപ്പമില്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടാണ്, എനിക്കത് പണം ട്രാൻസാക്ട് ചെയ്തേ മതിയാവൂ എന്ന് പറഞ്ഞു. നമ്മൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ പുള്ളി നിർബന്ധമായും ഫണ്ട് അയക്കണം എന്നുള്ളൊരു രീതിയിലാണ്. നമുക്കറിയാലോ, നോർമലി വരുമ്പോൾ ചിലരാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ പറയേണ്ട ഇന്ന ആവശ്യത്തിനാണ്, അതിന് അങ്ങനെ ഒരു ഇതില്ല, അയക്കണം എന്ന് മാത്രമേ പുള്ളി പറഞ്ഞുള്ളൂ. ചോദിച്ച സമയത്ത് പുള്ളി ഫ്രണ്ടിൻ്റെ അക്കൗണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സെല്ലിൽ നിന്നും ഇങ്ങനെ വന്നപ്പോഴാണ് നമുക്ക് നമ്മളുടെ സംശയം അപ്പോൾ ഏറെക്കുറെ ശരിയായിരിക്കുമെന്ന് ഞങ്ങൾക്കും തോന്നിയത്. തട്ടിപ്പുകാർക്ക് പണം നൽകരുതെന്ന് ബാങ്ക് ജീവനക്കാർ ഡോക്ടറോട് പറഞ്ഞു. എന്നാൽ അത് ഡോക്ടർ ചെവിക്കൊണ്ടില്ല. ഭീഷണിയുടെ മുൾമുനയിൽ നിൽക്കുന്ന ഡോക്ടർ പോലീസിൽ പരാതി നൽകാനും മടിച്ചു. ഒടുവിൽ പോലീസ് സ്വമേധയാ ഈ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. നമ്മൾ കോളിംഗ് ബെല്ല് അടിച്ചപ്പോൾ ഇദ്ദേഹം തുറന്ന് വന്നു. ഫോൺ അകത്ത് വെച്ചിരിക്കുകയാണ്. ഇദ്ദേഹം വന്ന് വാതിൽ തുറന്നിട്ടും ഇതേ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. പ്രശ്നമൊന്നുമില്ല, എല്ലാം ഓൾ ഓക്കെ എന്നുള്ള രീതിയിൽ പറഞ്ഞു. എങ്കിലും ഇദ്ദേഹം പാനിക്കാണ്. പിന്നെ അത് മാത്രമല്ല, ഇൻസ്പെക്ടർ അകത്തിരിക്കുന്ന ഫോൺ കോളിൽ ഹിന്ദിയിൽ സംസാരിക്കുന്നത് കേട്ടു. ഫോൺ കോളിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പുറത്തേക്ക് പോകരുത് എന്ന് ഹിന്ദിയിൽ പറയുന്നത് ഇൻസ്പെക്ടറുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഇദ്ദേഹം അകത്ത് കയറി വാതിലടയ്ക്കാൻ പോയപ്പോൾ ഇൻസ്പെക്ടറും കൂടെ കയറി അല്പം അദ്ദേഹത്തിൻ്റെ സമ്മതത്തിനെതിരായിട്ട് നമ്മൾ അകത്ത് കയറി അദ്ദേഹത്തിൻ്റെ ഫോൺ വാങ്ങി പരിശോധിച്ചപ്പോഴാണ് മുംബൈ പോലീസ് എന്നുള്ള നിലയ്ക്ക് വെർച്വൽ അറസ്റ്റിൻ്റെ ഫ്രോഡ്സ്റ്റേഴ്സ് ഇരുന്നത്. അപ്പോൾ നമ്മൾ കേരള പോലീസാണെന്ന് പറയുകയും തിരിച്ച് അവരെ ചോദ്യം ചെയ്തത് അവർക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഭീഷണിപ്പെടുത്തി ഡോക്ടറെ മുൾമുനയിൽ നിർത്തിയ തട്ടിപ്പ് സംഘത്തിൻ്റെ മുന്നിലേക്കാണ് ദ റിയൽ കേരള പോലീസിൻ്റെ എൻട്രി. ചങ്ങനാശ്ശേരി SHO വിനോദ് കുമാർ നേരിട്ട് വാട്സപ്പ് കോളിൽ പ്രത്യക്ഷപ്പെട്ടതോടെ തട്ടിപ്പ് സംഘം വീഡിയോ കോൾ ഓഫാക്കി തടി തപ്പി. ഒരു ഫോൺ കോളിൽ തീരേണ്ട പ്രശ്നമാണ് ഇത്രയും വഷളായത്. എന്നാൽ പോലീസിന്റെ ഇടപെടൽ ഗുണം ചെയ്തു. പോലീസിൽ വിവരമറിയിക്കാൻ ആദ്യം ഡോക്ടർ തയ്യാറായില്ല. ഏറെ നിർബന്ധിച്ച ശേഷമാണ് പരാതി നൽകിയത്. പിന്നാലെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചതോടെ 4,30,000 രൂപ തിരിച്ചു പിടിക്കാനും സാധിച്ചു. 1930 വിളിച്ചത് പ്രകാരവും അതുപോലെ ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് ഇടപെട്ടതും മൂലം ഈ 5 ലക്ഷം രൂപയോളം ട്രാൻസാക്ഷൻ ചെയ്തതിൽ 4,65,000 രൂപ ഫ്രീസ് ചെയ്യപ്പെട്ടു. ബാക്കി 65,000 രൂപയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. 65,000 രൂപ നമ്മൾ ഇപ്പോൾ പ്രാഥമിക പരിശോധനയിൽ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു പോസ്റ്റ് മെഷീൻ വഴി പണം ചെലവഴിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതും നമ്മൾ കൂടുതലായിട്ട് അന്വേഷിക്കും. സൈബർ പോലീസിന്റെ നിരന്തരമായ ജാഗ്രതാ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും, മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ, എന്നിട്ടും മലയാളികൾ തട്ടിപ്പുകാർക്ക് മുന്നിൽ കളിപ്പാവകളാകുകയാണ്. ഡിജിറ്റൽ അറസ്റ്റ് എന്ന ഒരു നടപടി നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഇല്ല എന്നതാണ് വാസ്തവം. ഓർക്കുക, നിങ്ങൾ വിചാരിക്കാതെ നിങ്ങളെ ആർക്കും കബളിപ്പിക്കാനാകില്ല. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക്. മാധ്യമ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള വയലാർ ഗാന്ധി ഭവൻ മാധ്യമ പുരസ്കാരം 24 എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപികൃഷ്ണൻ അല്പം മുമ്പ് ഏറ്റുവാങ്ങി. തിരുവനന്തപുരത്ത് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അവാർഡ് സമ്മാനിച്ചു. ഷോൾ അണിയിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി ആദരിക്കുന്നു. ഗാന്ധി ഭവൻ വയലാർ സാംസ്കാരിക വേദി മെമൻറ്റോ അദ്ദേഹത്തിന് സമ്മാനിക്കുന്നു. സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ സമ്മാനിക്കുന്നു. ഗാന്ധി ഭവൻ്റെ സ്നേഹോപകാരം ഇപ്പോൾ അദ്ദേഹത്തിന് സമ്മാനിക്കുന്നു. ഗാന്ധി ഭവൻ്റെ സെക്രട്ടറി ഗാന്ധി ഭവൻ്റെ സ്നേഹോപകാരം ഇപ്പോൾ അദ്ദേഹത്തിന് സമ്മാനിക്കുന്നു. ഗാന്ധി ഭവൻ തിയേറ്റർ ഇന്ത്യയുടെ 2ാമത് നാടകത്തിന് ഉദ്ഘാടനവും ഈ ചടങ്ങിൽ നടന്നു. ഇനി ബാലകൃഷ്ണൻ. ചർച്ച ചെയ്തിട്ടും ആകെയുള്ളൊരു മന്ത്രിസ്ഥാനം വീതം വയ്ക്കുന്ന കാര്യം മാത്രം തീരുമാനമായില്ല. തീരുമാനമാകുന്നില്ല എന്ന് കരുതി ചർച്ച നിർത്തിവെക്കുന്നില്ല കേട്ടോ. രാജിയില്ലെന്ന് AK ശശീന്ദ്രൻ വ്യക്തമാക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കാണാനാണ് തോമസ് K തോമസിൻ്റെ ലേറ്റസ്റ്റ് തീരുമാനം. വീതമെപ്പ് നടക്കുമോ NCPയിൽ? മന്ത്രി കസേരയിൽ കയറിയിരുന്നാൽ ഒരു 5 കൊല്ലെങ്കിലും തികക്കാതെ അവിടെ നിന്നിട്ട് ഇറങ്ങിപ്പോരല്
വലിയ താല്പര്യമുള്ള കാര്യമല്ല. മുഖ്യമന്ത്രിയുടെ നിലപാടിൽ പ്രതിഷേധിക്കുന്ന ഒരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എനിക്ക് താല്പര്യമില്ല. താല്പര്യമില്ല. അപ്പോൾ ഈ താല്പര്യമുള്ളവർ അവിടെ കയറിയിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? പവാർജി എന്നെ വിളിപ്പിച്ചത് ഇവിടെ ഞങ്ങളുടെ ഇവിടെ നടന്ന ഡിസ്കഷന്റെ അടിസ്ഥാനത്തിലാണ് വിളിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞു തിരിച്ചു പോകുന്നു. അപ്പം മന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് പവാർജി നടത്തിയ പരീക്ഷയിൽ തോമസ് കെ തോമസ് എല്ലാ ഉത്തരവും പറഞ്ഞു. ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞു തിരിച്ചു പോകുന്നു. അത്രേ ഉള്ളൂ. അത് സ്വകാര്യ സംഭാഷണമാണ്. സ്വകാര്യത്തിലല്ലാതെ നിങ്ങൾ മൂന്നാളും കൂടെ മുഖ്യമന്ത്രിനെ പോയി കണ്ടല്ലോ, എന്നിട്ട് വല്ല തീരുമാനമായോ? ഞങ്ങൾ 3 പേരും പോയി മുഖ്യമന്ത്രിയെ കണ്ട് പാർട്ടിയുടെ ആഗ്രഹം അറിയിച്ചല്ലോ. എന്നിട്ട് എന്തേ മൂപ്പര് പച്ചക്കൊടി കാട്ടിയോ? അറിയിച്ച ഘട്ടത്തിൽ അദ്ദേഹം വിയോജിപ്പുകൾ പറഞ്ഞു. തോമസ് കെ തോമസിനെ മന്ത്രി ആക്കണ്ടെന്ന് പറഞ്ഞോ? അനാവശ്യമായ ഒരു കോൺട്രവേഴ്സിക്കും പോകണ്ട, അപ്പൊ അവര് തീരുമാനിക്കുമല്ലോ. എന്നിട്ട് തർക്കം അവിടെ നിന്നില്ലല്ലോ. ആ വിയോജിപ്പുകൾ മനസ്സിലാക്കിയതിനു ശേഷം കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കണമെന്ന് ശരത് പവാർ ഞങ്ങളോട് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ശരത് പവാറിനോട് മുഖ്യമന്ത്രിയുടെ നിലപാട് ഇതാണെന്ന് പറഞ്ഞു. ആ ഘട്ടത്തിലാണ് അങ്ങനെയാണെങ്കിൽ കേന്ദ്ര നേതൃത്വമായി പാർട്ടി NCPയുടെ ദേശീയ നേതൃത്വം CPM കേന്ദ്ര നേതൃത്വമായി ബന്ധപ്പെടാമെന്ന് പറഞ്ഞത്. അതിപ്പോ വലിയൊരു പണിയുള്ള കാര്യമൊന്നുമല്ലല്ലോ. ചർച്ച നടത്തണമെങ്കിൽ എന്നോ നടത്തായിരുന്നു. ഇതിപ്പോ എത്ര മാസങ്ങൾ കഴിഞ്ഞു? അത് പറഞ്ഞിട്ട് ഇപ്പൊ 2 മാസമായി. പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് താല്പര്യമില്ല. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ പോരാ, രാജിവെച്ചേ തീരൂ. പക്ഷെ അത് നീണ്ടുപോകാൻ കാരണം മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പും കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പും നടക്കുന്ന ഘട്ടത്തിൽ ഇത്തരം ചർച്ചകൾ അപ്രസക്തവും അപ്രധാനമായ കാര്യങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നടന്നില്ല. ഉപതെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞില്ലേ, ഇനി പോയി കാണാലോ. ഞാൻ കാണുന്നുണ്ട്. തോമസ് കെ തോമസ് ഒറ്റക്ക് കാണാൻ പോവാട്ടോ. അതിനെന്താ, മുഖ്യമന്ത്രിയെ കണ്ട് തെറ്റിദ്ധാരണ നീങ്ങുമെങ്കിൽ വളരെ സന്തോഷം. അല്ല, ആ കാണല് മുഖ്യമന്ത്രിയുടെ വിയോജിപ്പ് മാറിയാലോ? തോമസ് കെ തോമസിന് മന്ത്രിയാകാൻ ഞാനെതിരല്ല. പക്ഷെ മുഖ്യമന്ത്രിനെ ഓർത്തിട്ട് രാജിവെക്കാണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ നിലപാടിൽ പ്രതിഷേധിക്കുന്ന ഒരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പൊ തോമസ് കെ തോമസിന് മന്ത്രിയാവാന് നിലവിലുള്ള മന്ത്രിനെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ഐഡിയ പ്രയോഗിക്കുന്നത് കാത്തിരുന്ന് കാണാം. ബാലകൃഷ്ണത്തിൻ്റെ ഈ എപ്പിസോഡോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. ഇനി നമ്മൾ കാണുക നാളെ രാവിലെ 7 മണിക്ക് മോർണിംഗ് ഷോയിൽ. പ്രൈം ടൈം ഇനി നാളെ രാത്രി 8:30 സംപ്രേഷണം ചെയ്യും.